ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. നമ്മൾ ഭക്തിസൂത്രങ്ങളിൽ 64, 65 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ പരാഭക്തിയുടെ വർണ്ണന കഴിഞ്ഞു. പിന്നീട് ഗൗണീഭക്തിയെ പറയാൻ ആരംഭിച്ചു. 3 പ്രകാരത്തിൽപ്പെട്ട എങ്ങനെ ഭക്തി ഉണ്ടാവും, ഭക്തിയെ വളർത്താൻ എന്താണ് വേണ്ടത്, ഭക്തിയുടെ മഹത്വം, ഈ വക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം നമ്മൾ പഠിച്ചത് ലോകവ്യവഹാരം ഹേയമല്ല, ഉപേക്ഷിക്കേണ്ടതല്ല. പിന്നെയോ ഫലത്യാഗം പരാഭക്തിയിലേക്കുള്ള സാധനത്തെ ചെയ്യുകയും, അങ്ങനെ ജീവിക്കുമ്പോൾ സ്ത്രീ, ധന, നാസ്തിക, വൈരി ചരിത്രം കേൾക്കാൻ പോകരുത്. വിവേകത്തിലൂടെ അഭിമാനം, ദംഭം തുടങ്ങിയവയെ ജയിക്കണം. എന്തെല്ലാം കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ടോ ആ കർത്തവ്യങ്ങളെയൊക്കെ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നു എന്ന നിലയ്ക്ക് കഴിയുകയും, അങ്ങനെ ഈശ്വരാർപ്പണ ഭാവത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു സാധകന്റെ ഉള്ളിൽ കാമം, ക്രോധം, അഭിമാനം തുടങ്ങിയവ ഉണ്ടാവുമ്പോൾ അവയെ ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചു വിടുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. എനിക്ക് കാമക്രോധങ്ങളില്ല എന്ന് വിചാരിച്ച് കഴിയരുത്. രസരൂപത്തിലുള്ള കാമക്രോധങ്ങൾ പോലും, ക്രോധം എന്ന് പറഞ്ഞാൽ കാമം തന്നെയാണ്. ഏതെങ്കിലും പ്രകാരത്തിൽ തടയപ്പെടുന്ന കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ കാമം, രസരൂപത്തിലുള്ള കാമം ഇല്ലെന്ന് പറയരുത്. അതിൽ നിന്നുണ്ടാവുന്ന ക്രോധം, വിവിധ പരിഗണനകൾ വെച്ച് നമുക്ക് തോന്നിയേക്കാവുന്ന അഭിമാനങ്ങൾ, ഇവയൊക്കെ തന്നെ ഈശ്വരോന്മുഖമാക്കി തീർക്കാൻ ശീലിക്കൂ. കാമം ഭഗവാനിലേക്ക് തിരിച്ചുവിടുക, ക്രോധം ഭഗവാനിലേക്ക് തിരിച്ചുവിടുക, അഭിമാനം ഭഗവാനെ സംബന്ധിച്ചാക്കുക. ഇതാണ് ഇവിടെ നൽകുന്ന ഉപദേശം. തുടർന്ന് ത്രിരൂപഭംഗപൂർവകം നിത്യദാസ്യ നിത്യകാന്ത ഭജനാത്മകം പ്രേമൈവ കാര്യം പ്രേമൈവ കാര്യം. ത്രിരൂപഭംഗപൂർവകം നിത്യദാസ നിത്യകാന്ത ഭജനാത്മകം വാ പ്രേമൈവ കാര്യം പ്രേമൈവ കാര്യം. ഇവിടെ പറയാണ് ത്രിരൂപഭംഗപൂർവകം, ത്രിരൂപത്തെ ഭഞ്ജിച്ചുകൊണ്ട് കാണുന്നവൻ കാണപ്പെടുന്നത് കാണുക എന്ന് പറഞ്ഞ ക്രിയ, അല്ലെങ്കിൽ അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിയുക എന്ന ക്രിയ, അല്ലെങ്കിൽ പ്രേമിക്കുന്നവൻ പ്രേമിക്കപ്പെടുന്നത് പ്രേമമെന്ന ക്രിയ. ഈ
ത്രിരൂപത്തെ ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ ഭഗവാനിലുള്ള പ്രേമം, അതാണ് ഭക്തി എന്ന് പറഞ്ഞു. ഇവിടെ പ്രേമിക്കുന്ന താനുണ്ട്, പ്രേമിക്കപ്പെടുന്ന ഭഗവാനുണ്ട്. പ്രേമമെന്ന ക്രിയയോ ഭാവമോ എന്ത് പറഞ്ഞാലും തിരക്കേടില്ല. ഈ ത്രിരൂപത്തെ ഭഞ്ജിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അർത്ഥം, നമ്മൾ ഭക്തിസാധനയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, നമ്മളിലെ ഭക്തിഭാവം സൂക്ഷ്മമാവുന്നതിനനുസരിച്ച് ആദ്യഘട്ടത്തിലെ വിധിവിധാനപരമായ തലങ്ങളെ നമ്മൾ അതിക്രമിക്കും. ആദ്യം ധ്യാനിക്കപ്പെടുന്ന ഈശ്വരൻ, ധ്യാനിക്കുന്ന ഞാൻ, ഇതുണ്ട്. ധ്യാനം എന്ന ക്രിയയുമുണ്ട്. ഇവ ക്രമേണ ഇല്ലാതായി കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷം. അതിനെയാണ് ശാസ്ത്രങ്ങളിൽ സമാധി എന്നൊക്കെ പറയുക. സമാധി എന്ന് പറഞ്ഞാൽ എന്തോ ഇരിക്കലാണെന്ന് വിചാരിക്കരുത്. അത് സമാഹിതമായ ഭാവമാണ്. അവിടെ പ്രേമിക്കപ്പെടുന്ന, പ്രേമിക്കുന്ന പ്രേമം, ഈ ഭേദങ്ങളില്ലാതായി. എല്ലാത്തിലും ഭഗവാൻ മാത്രം, എപ്പോഴും ഭഗവാൻ മാത്രം. അവിടെ ത്രിപുടി താനേ ഒഴിഞ്ഞുപോയി. ഈ ത്രിപുടി ഒഴിഞ്ഞ പാരമാർത്ഥികമായ ഭക്തിതലത്തിലേക്ക് ഉയരുന്നതിനെയാണ് ത്രിരൂപ ഭംഗപൂർവകം, ത്രിരൂപത്തെ ഭഞ്ജിച്ചുകൊണ്ട് കഴിയുന്നൊരു സാധകൻ. എങ്ങനെ കഴിയാം? നിത്യദാസ നിത്യകാന്താഭജനാത്മകം. ഒന്നുകിൽ നിത്യദാസഭാവത്തിലോ അല്ലെങ്കിൽ നിത്യകാന്താഭാവത്തിലോ. നിത്യദാസഭാവം, ഭഗവത് ദാസനാണ് താൻ. ഈ പ്രപഞ്ചമഖിലവും ഈശ്വരീയമായൊരു വ്യവസ്ഥയ്ക്ക് വിധേയമായി ചലിക്കുന്നു. അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സകലവും ഈശ്വരീയമായൊരു വ്യവസ്ഥയ്ക്ക് അനുരൂപമായി ചലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ മൊത്തം ഗതിവിഗതികളുടെ യജമാനൻ അവനേകനാണ്. ഞാൻ അവിടുത്തെ ഒരു ദാസൻ. ഈ ഒരു ഭാവനയോടുകൂടി ഒരു ജീവിതക്രമത്തെ ഇയാൾക്ക് പരിപാലിക്കാം. അല്ലെങ്കിൽ കാന്താഭാവത്തിൽ, എപ്രകാരം ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ കണ്ടുപാസിച്ചുവോ അതുപോലെ ഭക്തിയുടെ അത്യുന്നതങ്ങളായ തലങ്ങളിലേക്ക് ഉയർന്ന ഒട്ടനവധി മഹാപുരുഷന്മാർ തീർത്തും കാന്താഭാവത്തിൽ ഭഗവാനെ സേവിച്ചുയർന്നിട്ടുണ്ട്. തങ്ങളുടെ നാഥനാണ് ഭഗവാൻ എന്ന കാഴ്ചപ്പാടോടുകൂടി. അങ്ങനെയോ ഇപ്പൊ ഇവിടെ വാ എന്ന് പറഞ്ഞതിലൂടെ ഈ രണ്ടെണ്ണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഏത് ഭാവനയുമാവാം. അല്പം കൂടി വ്യക്തമായി പറയട്ടെ. വിധിവിധാനപരമായ ഭക്തി സാധനകൾ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം എന്നീ തലത്തിലേക്ക് എത്തിയെന്ന് വിചാരിച്ചോളൂ. അവിടെ അർച്ചനം എന്നുള്ള തലത്തിൽ അതിൻ്റെ പരിപാകാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ഏതെങ്കിലും വസ്തുവകകളെ അർച്ചിക്കുക എന്നുള്ള തലത്തിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ശ്രവണവും കീർത്തനവും അനുക്രമമായി നമ്മളെ സ്മരണത്തിലേക്ക് എത്തിക്കുന്നു. സ്മരണപൂർവകമായി സേവനം ചെയ്യുന്നു, പാദസേവനം. അങ്ങനെ പാദസേവന അനന്തരം അർച്ചനം ചെയ്യുന്ന ഒരാൾ. അവിടെ അർച്ചനം എന്ന് പറയുമ്പോൾ വളരെ ഉയർന്ന തലമാണ്. അങ്ങനെ അർച്ചിച്ച് ഭഗവത് ഭിന്നമായിട്ടൊന്നില്ല എന്ന തിരിച്ചറിവിൽ തൻ്റെ വ്യക്തിഭാവം തന്നെ അവിടെ അർച്ചിച്ചു. ഇപ്പൊ പൂവോ പഴമോ ഇലയോ വെള്ളമോ ഒന്നുമല്ല അർച്ചിക്കുന്നത്, തന്നെ അർച്ചിച്ചു.
ഈ ഒരു വ്യക്തിഭാവത്തെ പോലും അർച്ചിച്ചിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായി പരാഭക്തിയിലേക്ക്, ആദ്യം പറഞ്ഞ പരാഭക്തിയിലേക്ക് ഉയർന്നു. ആ പരാഭക്തൻ ആശ്രയിക്കാവുന്ന 3 അവസ്ഥകളുണ്ട്. അതാണ് വന്ദനം, ദാസ്യം, സഖ്യം എന്നിവ. അത് ഇന്നതേ ആശ്രയിക്കാവുന്നില്ല. ഓരോരുത്തരുടെ ഗുണഘടനാഭേദമനുസരിച്ച്, ബൗദ്ധികമായ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമനുസരിച്ച് ചിലർ വന്ദനമെന്ന ഭാവത്തിലാവും, ചിലർ സഖ്യമെന്ന ഭാവത്തിലാവും, അങ്ങനെ ചിലർ ദാസ്യമെന്ന ഭാവത്തിലാവും. ഈ വക ഭാവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ നാഥനാണ്, ഞാൻ അവിടുത്തെ കാന്തയാണ്. ഭഗവാൻ യജമാനനാണ്, ഞാൻ അവിടുത്തെ ദാസനാണ്. ഭഗവാൻ കൂട്ടുകാരനാണ്, തീർത്തും സഖാവ്. ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. പക്ഷേ ഒന്ന് മാത്രം, ഏത് ഭാവത്തെ ആശ്രയിച്ചാലും കൊള്ളാം, പ്രേമൈവ കാര്യം, പ്രേമൈവ കാര്യം. പ്രേമം തന്നെയാണ് ചെയ്യേണ്ടത്, പ്രേമം തന്നെയാണ് ചെയ്യേണ്ടത്. ഭഗവാനിലുള്ള അവിഛിന്നമായ പ്രേമം, ഈശ്വരോന്മുഖമായ അഭംഗുരമായ പ്രേമം, ഇതാണ് നേടിയെടുക്കേണ്ടത്. ഇത് നേടിയെടുക്കാനാണ് ഇതിനു മുമ്പ് പറഞ്ഞ സാധനാക്രമങ്ങളൊക്കെ വരുന്നത്. നല്ലപോലെ സൂക്ഷ്മമായി ചിന്തിക്കുക. ഇതാണ് ആ ഒരു പ്രകരണം. ഇനി ഭക്തന്മാരുടെ മഹിമയെ പറയുന്ന പ്രകരണമാണ് അടുത്തത്. ഭക്തമഹിമയാണ്. ഭക്താഹ ഏകാന്തിനോ മുഖ്യാഹ. ഭക്താഹ ഏകാന്തിനോ മുഖ്യാഹ. ഏകാന്ത ഭക്തിയുള്ളവർ മുഖ്യന്മാരാണ്. ഏകാന്ത ഭക്തിയുള്ളവർ മുഖ്യന്മാരാണ്, പരാഭക്തന്മാരാണ്. ആര്? ഏകാന്ത ഭക്തിയിലേക്ക് ഉയർന്നവർ. ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദേശകാല വസ്തുക്കളെ അപേക്ഷിക്കാത്ത ഒരൊറ്റ അഗ്രത്തോടുകൂടിയ, ഒറ്റ ലക്ഷ്യത്തോടു കൂടിയ ഭക്തി. അവിടെ മറ്റൊന്നില്ല. അവിടെ ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ടൊരു കാര്യസാധ്യമില്ല. ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊരു കാര്യസാധ്യവുമില്ല. കേവലം ഏകതാനമായ, ഏകാഗ്രമായ, ഏക അന്തത്തോടു കൂടിയ ഭക്തിയാണ്. ഭക്തിയിലൂടെ മറ്റൊന്ന് നേടാനില്ല. ഭക്തി കൊണ്ട് ഭഗവാന്റെ പ്രസാദം വേണം, ഒന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞ അതേ പരാഭക്തിയിലേക്ക് വീണ്ടും ഉയർന്നു കേട്ടോ, ശ്രദ്ധിക്കുക. ഭഗവാന്റെ അനുഗ്രഹം വേണം, ഒന്നുമില്ല. ഒരു അനുഗ്രഹവും ഇല്ല, പ്രസന്നതയില്ല, ഒന്നുമില്ല. ഭഗവാൻ മാത്രം, അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നുമില്ല. അവിടെ ഒരു പ്രാർത്ഥനകളുമില്ല. എല്ലാ പ്രാർത്ഥനയും കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കാൻ, എന്ത് പ്രാർത്ഥിക്കാൻ? ഈശ്വര ഭിന്നമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഈ തലത്തിൽ, ഏകാന്ത ഭക്തന്റെ തലത്തിൽ ഏകമായ അന്തത്തോടുകൂടി ഭഗവാൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാരാണ് മുഖ്യന്മാര്. അവരാണ് പരാഭക്തന്മാര്, അവരാണ് ശ്രേഷ്ഠന്മാര്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയാണ്, കണ്ഠാവരോധ രോമാഞ്ച അശ്രുഭിഹി പരസ്പരം ലപമാനാഹ പാവയന്തി കുലാനി പൃഥിവീഞ്ച തീർത്ഥീകുർവന്തി തീർത്ഥാനി സുകർമ്മീകുർവന്തി കർമാണി സച്ഛാസ്ത്രീകുർവന്തി ശാസ്ത്രാണി തന്മയാഹ മോദന്തെ പിതരഃ നൃത്യന്തി ദേവതാഃ സനാഥാചയം ഭൂർഭവതി നാസ്തി തേഷു ജാതിവിദ്യാരൂപകുലധന ക്രിയാദിഭേദഃ യതഃ തദീയാഃ. ഇത്രയും സൂത്രങ്ങളാണ് ഭക്ത മഹിമയെ പറയുന്നത്. നോക്കൂ,
കണ്ഠാവരോധ രോമാഞ്ച അശ്രുഭിഹി. കണ്ഠാവരോധം. കണ്ഠാവരോധം എന്താണ്? ഗദ്ഗതം ഉണ്ടാവുക. കണ്ഠം അവരോധിക്കപ്പെടുക, തടയപ്പെടുക, സ്തുതിക്കാൻ കഴിയുന്നില്ല, ഭഗവച്ചരിതം പറയാൻ കഴിയുന്നില്ല, ഒന്നും. ഭഗവച്ചരിതം അല്ലാത്തതില്ലല്ലോ അവർക്ക്. ഈശ്വരീയമല്ലാത്തൊരു വർത്തമാനം ഇല്ല ലോകത്തിൽ. എന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിലും അതെല്ലാം ഭഗവച്ചരിതമാണ്. അങ്ങനെ ഭഗവച്ചരിതത്തെ പറയുമ്പോഴത്തേക്ക് കണ്ഠാവരോധം വരുന്നു, ഗദ്ഗതം വരുന്നു. ഗംഭീരമായിട്ടൊക്കെ പറയാ എന്ന് അവർ നിശ്ചയിക്കും, പക്ഷെ പറയാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് ഭഗവാൻ തൊണ്ടയിൽ തടസ്സം വെച്ചു. കണ്ഠാവരോധം. രോമാഞ്ചം. ഭഗവത് ചിന്ത ചെയ്യുമ്പോഴത്തേക്ക് തന്നെ, ഭഗവത് ചിന്ത അല്ലാത്ത ഇല്ലല്ലോ, അപ്പോൾ എപ്പോഴും രോമാഞ്ചം തന്നെ. രോമാഞ്ചത്തോടു കൂടി അശ്രുഭിഹി, കണ്ണുനീര്, ധാരയായി സ്വാഭാവികമായി ഉതിരുന്ന കണ്ണുനീരോടുകൂടെ ലപമാനാഹ, സംസാരിക്കുന്നവർ. അപ്പം ഇങ്ങനെയുള്ള പരാഭക്തന്മാർ ഒത്തുകൂടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നും മിണ്ടിയെന്ന് വരില്ല, ചിലപ്പോൾ സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇവിടെ ഏകാന്ത നിയമം പറയരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെന്ന് നിയമം പറഞ്ഞേക്കരുത്. ഒരു സാധ്യതയെ കാണിച്ചു തരാണ്. വിദ്വാൻമാരുടെ ചരിത്രങ്ങളെ ആർക്കും പറയാൻ പറ്റില്ല, എന്ന മാതിരി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാവാം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വിദ്വച്ചരിതങ്ങളെ പറയാൻ നിന്നാൽ അത് പരാജയമായിരിക്കും. കാരണം ഇവിടെ പരാഭക്തൻ, വിജ്ഞാനി, അല്ലെങ്കിൽ യോഗാരൂഢൻ, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ, ഇതൊന്നും പലതല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ സ്ഥിതപ്രജ്ഞനും പരാഭക്തനും യോഗാരൂഢനും ഗുണാതീതനും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പം എങ്ങനെയാണോ ശേഷപ്രാരബ്ധം ദേഹഗതമായുള്ളത്, അതിനനുസരിച്ച് പല രീതിയിൽ വ്യവഹരിക്കാം. ഇന്ന രീതിയിലേ വ്യവഹരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പരാഭക്തന്മാരുണ്ട്. രോമാഞ്ചത്തോടുകൂടെ, അശ്രുപാതത്തോടുകൂടെ, ഗദ്ഗതത്തോടുകൂടെ ഈശ്വരീയങ്ങളായ വാർത്തകളെ പറഞ്ഞുകൊണ്ട് കഴിയുന്നവർ പാവയന്തി കുലാനി പൃഥിവീഞ്ച, അവർ കുലങ്ങളെ പാവനമാക്കുന്നു. അവർ ജനിച്ച കുലം പാവനമായി. പൃഥിവീം ച, അങ്ങനെയുള്ള മഹാപുരുഷന്മാർ താമസിക്കുന്ന കാലത്തോളം ഭൂമി പരിശുദ്ധയായി. ഈ ഗംഗാവതരണ വിഷയത്തിൽ ഗംഗ ഭഗീരഥനോട് സുദീർഘമായ തപസ്സിൻ്റെ പര്യവസാനത്തിൽ, അചിന്ത്യമാണ് ഭഗീരഥൻ്റെ തപസ്, അചിന്ത്യമാണ്. ആ ചിന്ത്യമായ തപസ്സിൻ്റെ ഒടുവിൽ ഗംഗയുടെ പ്രസാദം ലഭിച്ചു. ഗംഗ ഭൂമിയിലേക്ക് വരാം എന്ന് പറഞ്ഞു. പക്ഷെ രണ്ട് ചോദ്യങ്ങളാ ഗംഗ ഉന്നയിച്ചത്. ഒന്ന്, എൻ്റെ വേഗത്തെ ആർക്ക് താങ്ങാൻ കഴിയും? ഭഗീരഥന് ഉത്തരം ഉണ്ടായിരുന്നില്ല. മഹാത്മാക്കളുമായി സത്സംഗം ചെയ്ത് ഭഗീരഥന് ഉത്തരം കണ്ടെത്തി, ശിവൻ താങ്ങിക്കോളും. രണ്ടാമത്തെ ചോദ്യം, ഇത്ര പാവനയായിട്ടുള്ള എൻ്റെ സമീപത്ത് ദുർജനങ്ങൾ വന്നിട്ട് പല വ്യവഹാരങ്ങളും ചെയ്യുമ്പോൾ എന്താവും സ്തുതി? ഈ ചോദ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഗംഗ പോലെ ദുഷിച്ച ഒരു ജലപ്രവാഹം വേറെ ഇല്ല. ഗംഗാജലം ദുഷിച്ചോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും ദുഷിക്കാതിരിക്കുന്നുണ്ട്. എങ്കിലും ഗംഗ അങ്ങേയറ്റം ദുഷിച്ചിരിക്കുകയാണ്. ഏത് വഴിയിലൂടെയെല്ലാം ഗംഗ ഒഴുകുന്നുണ്ടോ അവിടെയുള്ള എല്ലാ ഫാക്ടറികളുടെയും, എല്ലാ കക്കൂസുകളുടെയും, എല്ലാ ഹോട്ടലുകളുടെയും പൊതു വേസ്റ്റ് പൈപ്പുകൾ നേരെ ഗംഗയിലേക്കാണ്. എല്ലാ സിറ്റികളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ കാണില്ല, ഉള്ളിൽ കൂടെയാണ്. അത്യന്തം മലിനമായിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു പ്രശ്നമാണിത്. വലിയ പ്രശ്നമാണ്.
ഗംഗയെ ദുഷിപ്പിക്കുന്നതിൽ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ഇരിക്കട്ടെ. ഏതായാലും ഇതാണ് ഗംഗ ചോദിച്ചൊരു ചോദ്യം. അതിന് വന്ന മറുപടി, എത്ര തന്നെ ദുർജനങ്ങളുടെ എന്തെല്ലാം ചെയ്തികളുണ്ടായാലും മഹാപുരുഷന്മാർ, തപസ്വികൾ, വിജ്ഞാനികൾ, പരാഭക്തന്മാർ, ഇങ്ങനെ മഹാപുരുഷന്മാരമ്മേ നിന്റെ അരികിൽ താമസിച്ചുകൊള്ളും. അവരുടെ സംഘം കൊണ്ടും സ്പർശം കൊണ്ടും നിനക്ക് യാതൊരു മാലിന്യവും വരാതാവും. അങ്ങനെ ഈ കരാറിൻ്റെ മുകളിലാണ് ഗംഗ അവതരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ദുർജന സംസർഗം കൊണ്ട് ഞാൻ ദുഷിച്ചു പോവില്ലേ എന്ന് ഭയപ്പെട്ട ഗംഗാനദിയെ മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് അതിനെയൊക്കെ അതിക്രമിക്കാൻ സാധിക്കും എന്നാണ് ഭഗീരഥൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിൻ്റെ ഉപദേശമൊക്കെ കൊടുത്തത് സർവജ്ഞനായ നാരദനാണ്. അതാണ് മഹാത്മാക്കളുടെ കേവലമായ ദർശനം, കേവലമായ സ്പർശനം, കേവലമായ സാന്നിധ്യം എല്ലാം തന്നെ എത്രമാത്രം പരിവർത്തനം സമൂഹത്തിൽ, ജനസാമാന്യത്തിൽ ഉണ്ടാക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പറയാണ്, പാവയന്തി കുലാനി പൃഥിവീം ച. കുലങ്ങളെ പാവനമാക്കുന്നു, ഭൂമിയെ മൊത്തം. എവിടെ എവിടെ അത്തരം മഹാത്മാക്കൾ നടക്കുന്നുണ്ടോ, അവരുടെ പാദസ്പർശം ഉണ്ടാവുന്നുണ്ടോ, അവിടെയൊക്കെ പവിത്രമായി തീരും. പാവയന്തി പൃഥിവീം ച. മാത്രമല്ല, തീർത്ഥീകുർവന്തി തീർത്ഥാനി, സുകർമ്മീകുർവന്തി കർമാണി, സച്ഛാസ്ത്രീകുർവന്തി ശാസ്ത്രാണി. തീർത്ഥീകുർവന്തി തീർത്ഥാനി. തീർത്ഥങ്ങളെ തീർത്ഥങ്ങളാക്കുന്നത് ആരാണ്? മഹാപുരുഷന്മാരാണ്. നമുക്ക് അനേകം തീർത്ഥങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഏത് തീർത്ഥമായാലും തരക്കേടില്ല. എങ്ങനെ അത് തീർത്ഥമായി എന്ന് നമ്മൾ പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും മഹാപുരുഷന്മാരുടെ സാന്നിധ്യം, അവരുടെ തപസ്, അവരുടെ സഹവാസം, ഇങ്ങനെയുള്ളത് കണ്ടെത്താൻ കഴിയും. ഏത് തീർത്ഥത്തെ വേണമെങ്കിലും ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ വിദ്വാൻമാർ, പരമജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ പരാഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കൾ, അല്ലെങ്കിൽ ത്യാഗി വര്യന്മാർ, അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ സാന്നിധ്യം, അവരുടെ പേരിലാണ് ഓരോ പ്രദേശവും പതുക്കെ പതുക്കെ തീർത്ഥമായി മാറുന്നത്. അല്ലാതെ ഒരു തീർത്ഥസ്ഥാനവും മറ്റു സ്ഥാനവും ഒരുപോലെ തന്നെയാണ്. കല്ലും മണ്ണും മരമൊക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഒരു തീർത്ഥസ്ഥലത്തെ കല്ലും അല്ലാത്തൊരു സ്ഥലത്തെ കല്ലും ഒരുപോലെ തന്നെ, മണ്ണ് ഒരുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. എന്നാൽ അനേക ലക്ഷം ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് വലിയ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അവിടെയുള്ള വിശിഷ്ടമായ ചൈതന്യഭാവമാണ്. ആ ചൈതന്യഭാവത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മഹാപുരുഷന്റെ സങ്കല്പത്തെ, തപസ്സിനെ നമുക്ക് കാണാൻ കഴിയും, സംശയമില്ല. നമ്മൾ അന്വേഷിച്ചു പോയാൽ മതി. അതാണ് തീർത്ഥീകുർവന്തി തീർത്ഥാനി. തീർത്ഥങ്ങളെ തീർത്ഥങ്ങളാക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ തീർത്ഥീകുർവന്തി അതീർത്ഥാനി എന്ന് പറഞ്ഞാൽ കുറേ കൂടി നന്നായി എന്നാ തോന്നുന്നത്. ആ തീർത്ഥങ്ങളെ തീർത്ഥങ്ങളാക്കുന്നു. തീർത്ഥങ്ങളല്ലാത്തിടങ്ങളെ തീർത്ഥങ്ങളാക്കുന്നത് മഹാപുരുഷന്മാരാണ്. മഹാപുരുഷന്മാർ ചെന്ന് താമസിക്കാൻ തുടങ്ങുന്നത് സാധാരണ സ്ഥലങ്ങളിലാണ്. അവിടെ വിശേഷിച്ച് തീർത്ഥമഹിമയൊന്നും പറയപ്പെടാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ മഹാപുരുഷന്മാരുടെ താമസം കൊണ്ട്, അവരുടെ പ്രവർത്തനം കൊണ്ട് തീർത്ഥങ്ങളായിട്ട് മാറും. അതെ, അങ്ങനെ നമ്മുടെ തീർത്ഥങ്ങളിൽ ഏത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഏതോ കാലഘട്ടത്തിൽ ചില മഹാപുരുഷന്മാരുടെ താമസം, തപസ്. അതുകൊണ്ട് തീർത്ഥീകുർവന്തി തീർത്ഥാനി, ഇങ്ങനെയായാൽ കൂടുതൽ നന്നായിരുന്നു. തീർത്ഥീകുർവന്തി അതീർത്ഥാനി, സച്ഛാസ്ത്രീകുർവന്തി ശാസ്ത്രാണി, സുകർമ്മീകുർവന്തി കർമാണി. സുകർമ്മീകുർവന്തി കർമാണി, കർമ്മങ്ങളെ സുകർമ്മങ്ങളാക്കുന്നു, സത്കർമ്മങ്ങളാക്കുന്നു.
കർമ്മങ്ങളെ സാമാന്യമായി ഉള്ള കർമ്മങ്ങളെ ഒരു മഹാത്മാവ് അനുഷ്ഠിക്കുമ്പോൾ, മഹാത്മാവ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ അത് വരും തലമുറകൾക്ക് മുഴുവൻ മാർഗദർശനമായി തീരുന്നു. സാമാന്യമായി ചിന്തിച്ചാൽ വിശേഷമൊന്നുമില്ല കർമ്മത്തിന്, എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ്. പക്ഷേ തീർത്തും മമത്വരഹിതനായ ഒരു പരാഭക്തൻ, അയാൾ ഒരു കർമ്മത്തെ ചെയ്തു കഴിഞ്ഞാൽ അത് മാതൃകയായി സ്ഥാപിക്കപ്പെടുന്നു. എല്ലാ കർമ്മങ്ങളിലും അത്തരം മഹാത്മാക്കളുടെ സാന്നിധ്യം അതിനെ സത്കർമ്മമാക്കി മാറ്റുന്നു. ഇതൊന്നും നമുക്ക് സ്ഥൂലമായിട്ട് ബാഹ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെയാണെന്നുള്ളത് സങ്കല്പശക്തിയാണ്. ആന്തരികമായ അനുഭവം കൊണ്ടേ ഇത് മനസ്സിലാവും. അതുപോലെ സച്ഛാസ്ത്രീകുർവന്തി ശാസ്ത്രാണ്, ശാസ്ത്രങ്ങളെ സച്ഛാസ്ത്രമാക്കി മാറ്റുന്നു. നോക്കൂ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളുടെ പ്രമാണം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി ശാസ്ത്രങ്ങളെ സമാശ്രയിക്കാൻ എവിടുന്നാണ് ഭാവന വരുന്നത്? യാതൊരു സംശയവുമില്ല, മഹാത്മാക്കളുടെ അനുഭവത്തിൽ നിന്നാണ്. ശ്രുതി, യുക്തി, അനുഭവം എന്നാണ് ശാസ്ത്ര പഠനത്തിൽ നമുക്ക് ദൃഢതയെ കൊടുക്കുന്ന 3 ഘടകങ്ങൾ. ഒന്നാമത് ശ്രുതി വരുന്നു, വേദം. 2 ശ്രുത്യനുസാരമായ യുക്തി. 3 മഹദനുഭവം. മഹദനുഭവത്തിന് വിഷയമാണോ എന്നുള്ളതാണ് ഏതൊരു ശ്രൗതമായ ആശയത്തെയും നമ്മൾ സ്വീകരിക്കുന്നതിന് നിദാനം. അതാണ്, ഇത് മഹദനുഭവത്തിന് വിഷയമാണോ? മഹാത്മാക്കൾക്ക് ഈ വിഷയത്തിൽ അനുഭവം ഉണ്ടോ? അവരിത് പറഞ്ഞിട്ടുണ്ടോ? അതാണ്. അല്ലാതെ കാണാത്ത സ്വർഗത്തെക്കുറിച്ചോ ഒന്നുള്ള വർണ്ണനകളല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്വാനുഭൂതി സമ്പന്നന്മാരായ മഹാത്മാക്കളുടെ അനുഭവമാണ്. ആ അനുഭവ ദൃഢതയാണ്. ആശയം വ്യക്തമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശാസ്ത്രത്തിൽ പറഞ്ഞൊരു വിഷയം സത്യമായി ഇത് 100% ശരിയാണ് എന്ന് നാം ആശ്രയിക്കുന്നത് അത് മഹാത്മാക്കളിലൂടെ ജീവിച്ച് കാണിക്കപ്പെട്ടതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ സ്വീകരിക്കില്ല. മഹദനുഭവമില്ലാത്തൊരു വിഷയം ശാസ്ത്രത്തിൽ ഏതാചാര്യം പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കില്ല. ഉറപ്പാ. അപ്പോൾ വാസ്തവത്തിൽ ശാസ്ത്രത്തെ സച്ഛാസ്ത്രമാക്കുന്നത് മഹാത്മാക്കളാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ആശയമാണ്. മഹാത്മാക്കളുടെ അനുഭവമണ്ഡലത്തിൽ വരാത്തൊരാശയത്തെ ആചാര്യം പറഞ്ഞിട്ടില്ല, പറഞ്ഞാട്ട് നമ്മൾ സ്വീകരിക്കുകയുമില്ല. ആര് പറഞ്ഞാലും, വ്യാസനല്ല, വാൽമീകിയല്ല, ശങ്കരാചാര്യസ്വാമികളല്ല, ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കില്ല. പോകാൻ പറയും. പറയണത് വ്യാസനൊക്കെ തന്നെയാണ്, സമ്മതിച്ചു, നമുക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ മഹദനുഭവത്തിൽ വരാത്തതിന് നമ്മൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സൂക്ഷ്മശാസ്ത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടെ മഹാത്മാക്കളുടെ അനുഭവത്തിൻ്റെ മുദ്ര കാണാം. ഈ പറഞ്ഞത് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതോറും നമുക്ക് മനസ്സിലാവും. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സച്ഛാസ്ത്രീകുർവന്തി ശാസ്ത്രാണി, ശാസ്ത്രങ്ങളെ മഹാപുരുഷന്മാരാണ് സച്ഛാസ്ത്രങ്ങൾ ആക്കുന്നത്. ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായില്ലല്ലോ. കർമ്മങ്ങളെ സത്കർമ്മമാക്കുക, ശാസ്ത്രങ്ങളെ സച്ഛാസ്ത്രമാക്കുക, തീർത്ഥങ്ങളെ സുതീർത്ഥങ്ങളാക്കുക, ഭൂമിയെ മൊത്തം പരിശുദ്ധമാക്കുക. ഇതെന്താ പത്? എന്താ കാരണം? മറുപടി തന്മയാഹ. സൂത്രമാണ് തന്മയാഹ. തന്മയന്മാരാണ് അവർ. തന്മയന്മാരാണ്. അതുതന്നെയാണ്, അത് തന്നെയാണ് തന്മയെന്ന് എന്തിനാ പറയണമെന്നാ സംശയം. അത് ലൗകികമായി പറഞ്ഞുകൊണ്ട് തന്മയാഹ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓർമ്മിക്കുന്നത് നമ്മളെ ബാലകൃഷ്ണൻ നായർ പോകുന്നതിൻ്റെ, ശരീരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് കാണാനിടയിൽ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു.
നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഈ കൂടെയുള്ള ആളെ ബാലകൃഷ്ണനാർക്ക് വലിയ വാത്സല്യമാണ്. ബാലകൃഷ്ണനാർ അറിയാലോ അല്ലേ? പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ സമാഗമമാണ്. പിന്നെ അദ്ദേഹം കിടപ്പിലായിരുന്നു, പിന്നെ ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെയാണ് വിഷയം. അപ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഈ കൂടെയുള്ള ആൾ ഇദ്ദേഹത്തിന് വലിയ വാത്സല്യമാണ്. സംസാരിച്ചു, തീരെ വയ്യ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. സ്വാമിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സർവം ബ്രഹ്മമയം, രേ സർവം ബ്രഹ്മമയം, എന്തിനാ അവിടെ മയട്ട്? എന്നാണ് ചോദ്യം. അപ്പം എന്തിനാ മയട്ട് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥവ്യാപ്തി ചിന്തിക്കുന്നവർ ചിന്തിക്കുക. ഈ മയട്ട് പ്രത്യയം ചേർക്കുന്നത് പ്രാചുര്യം, വികാരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പ്രാചുര്യമായിട്ട്, സ്വാർത്ഥയമായിട്ട്, വികാരയമായിട്ട്, ഇങ്ങനെയൊക്കെ മയട്ട് പ്രത്യയം വിഹിതമാണ്. അപ്പം ബ്രഹ്മശബ്ദത്തിൻ്റെ ഒന്നിച്ച് മയട്ട് പ്രത്യയം ചേരുമ്പോഴാണ് ബ്രഹ്മമയമാകുന്നത്. അപ്പം ബ്രഹ്മഭാവം പ്രചുരമായത് അഥവാ ബ്രഹ്മവികാരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാം ബ്രഹ്മമയം എന്നുള്ളത്. അതാണ് ചോദിക്കുന്നത്, എന്തിനാ ബ്രഹ്മമയം? മയട്ടെന്തിനാ? നമ്മളോട് ഒരാവശ്യമില്ലാത്തതാണ്. എന്നാലും ലോകത്തോടല്ലേ പറയുന്നേ. സ്വാനുഭൂതി സമ്പന്നനായ ആചാര്യനാണ് പാടുന്നതെങ്കിലും, സദാശിവ ബ്രഹ്മേന്ദ്രർ ഇപ്പോൾ സ്വാനുഭൂതിയുടെ നിറവിൽ നിന്നാണ് പാടുന്നതെങ്കിലും അത് കേൾക്കുന്നതാരാ? ലോകമാണ്. അതുകൊണ്ടാണ് സർവം ബ്രഹ്മം എന്ന് പറയാതെ സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞത്. അതിന് ആവശ്യമില്ലാത്തതല്ലേ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത്. ഈ പറഞ്ഞൊന്നും അങ്ങോട്ട് കയറുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹം ഈ മയട്ട് പിൻവലിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അതർത്ഥം മനസ്സിലായി വിചാരിക്കുക. എന്ത് തലത്തിലാണോ മയട്ട് പറയേണ്ടുന്നത് അത് മെല്ലെ പിൻവലിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാലും ആവശ്യമില്ലാത്ത തന്നെയാണ്. അപ്പം നമ്മൾ വീണ്ടും പറഞ്ഞു, എന്നാലും പറയണ ലോകത്തോടല്ലേ, അതുകൊണ്ടല്ലേ മയട്ട് വെച്ചത്. മയട്ട് വേണ്ടെന്ന് നമുക്കറിയാം, എന്നാലും ലോകത്തോട് പറയുമ്പോൾ ഒരു മയട്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്നാലും വേണ്ടാത്തതല്ലേ സ്വാമി എന്ന് വെച്ചാൽ അർത്ഥം വ്യവഹാരത്തിൽ നിന്ന് പതുക്കെ പിൻവലിയുന്ന അന്ധകരണമാണത്. അതുവരെ അദ്ദേഹവും മയട്ടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു. നമ്മളീ പറയുന്നതും ഈ പ്രസംഗിക്കുന്നതൊക്കെ മയട്ടിനെ അംഗീകരിച്ചുകൊണ്ടാ. പറയുന്ന അർത്ഥം മനസ്സിലാക്കുക. സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മൈവ, സർവം ബ്രഹ്മം തന്നെ, മയട്ടില്ല. തന്മയാഹ, തന്മയന്മാരാണ്. തത് ശബ്ദത്തിന് ബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മമയന്മാരാണ്, യാതൊരു ഭേദവുമില്ല. അവിഛിന്നമായി അനന്യമായി സ്വയം ബ്രഹ്മനിഷ്ഠയിൽ കഴിയുന്നവരാണ്. ഈശ്വരനും പരാഭക്തനും വ്യത്യാസം ഇല്ല. അതുകൊണ്ട് അവർ ശാസ്ത്രത്തെ സത്ശാസ്ത്രമാക്കുന്നു, കർമ്മത്തെ സത്കർമ്മമാക്കുന്നു, കുലത്തെ പരിശുദ്ധമാക്കുന്നു, ഭൂമിയെ പരിശുദ്ധമാക്കുന്നു. ഈശ്വരൻ തന്നെയാണ് പരാഭക്തൻ, ഈശ്വരൻ തന്നെയാണ് വിജ്ഞാനി, ഒരന്തരവുമില്ല. മോദന്തേ പിതരഃ നൃത്യന്തി ദേവതാഃ സനാഥാ ചേയം ഭൂർഭവതി. അങ്ങനെയുള്ള മഹാപുരുഷന്മാർ ഏതെങ്കിലും ഒരു കുലത്തിൽ വന്ന് ജനിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് കുലത്തോട് യാതൊരു ചർച്ചയില്ല. അവർക്കെല്ലാ കുലം ഒരുപോലെയാണ്, അവർക്കെല്ലാവരും ഒരുപോലെ, ഒരു വിശേഷവുമില്ല. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാ, ഇന്ന കുലത്തിൽ ജനിച്ച ആളാ, ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാം ഒരുപോലെയാണ്. പക്ഷെ കുലത്തിൽപ്പെട്ടവർ പറയൂ കേട്ടോ, എന്നാള് ഞങ്ങൾ എന്നാളാന്ന് പറയും. ഏതുവരെ പറയും? എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കണവരെ പറയും. ചീത്തപ്പേരുണ്ടാക്കിയാൽ ഇയാളെ ഞങ്ങൾ അറിയില്ല പറയും. നാട്ടിൽ നല്ല പേരുണ്ടെങ്കിൽ ഉടനെ പറയും, അത് ഞങ്ങൾ എന്നാളാ റീതി ചെയ്ത് എന്ന് പറയും. അത് ലോക സ്വഭാവം. പക്ഷെ മഹാപുരുഷനെ സംബന്ധിച്ച് വിശേഷിച്ച് ഒരു കുലത്തിൽ ഒരു വിശേഷവും ഇല്ല, എല്ലാം ഒരുപോലെയാണ്. പക്ഷേ കുലത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ നോക്കൂ, ഒരു കാരണമില്ലാതെ കാര്യം സംഭവിക്കില്ലല്ലോ.
ആകസ്മികമായി ഒന്നും സംഭവിക്കില്ല. ആകസ്മികമെന്നൊന്ന് ലോകത്തിലില്ല. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തുകൊണ്ട് മഹാത്മാവ് വന്ന് ജനിക്കാനിടയായി? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ എന്നും അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ജന്മാന്തരത്തിൽ ചെയ്ത സാധനകളുടെ പരിപക്വമായ ഭാവത്തിൽ ലേശമായ എന്തോ ചില വിഘ്നങ്ങളെ കൊണ്ട് പരമമായ അവസ്ഥയിലേക്ക് ഉയരാതെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി രണ്ടാം ജന്മം എന്ന് പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് ജന്മത്തിന് ശേഷമാവാട്ടോ, അതിനെപ്പറ്റി അല്ല രണ്ടാം എന്ന് പറഞ്ഞത്, അടുത്താന്നുള്ള അർത്ഥത്തിലാണ്. ജന്മം സ്വീകരിക്കുന്ന ഒരു മഹാത്മാവ് എന്തുകൊണ്ട് ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു? അത് ആ കുടുംബത്തിൻ്റെ മഹിമയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ജനിക്കുന്ന കുലങ്ങൾ പവിത്രമായി തീരുന്നു. അങ്ങനെ കുലം പവിത്രമാകുമ്പോൾ പിതൃക്കൾ ആനന്ദിക്കുന്നു. 7 തലമുറ പിതൃക്കൾ. 7 തലമുറ എന്ന് പറഞ്ഞാൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന് 7 തലമുറ പിന്നിലേക്ക് എന്നാ പറയുക, വേറൊന്ന് പറയുക 3 തലമുറ പിന്നിലേക്കും 3 തലമുറ മുന്നിലേക്കും ആ തലമുറയും, അങ്ങനെ 7 തലമുറ. ഈ ലോകാഭിവ്യക്തിയിൽ 7-നൊരു പ്രാധാന്യമുണ്ട്. സപ്തലോകാഹ, സപ്തജിഹ്വാഹ, സപ്ത എന്നൊക്കെ ഉപനിഷത്ത് പറയും. വെറുതെ അല്ല. ഈ പ്രപഞ്ചാഭിവ്യക്തി നാമരൂപങ്ങളെ കൊണ്ടാ, അല്ലേ? നാമരൂപങ്ങളെ കൊണ്ടല്ലേ പ്രപഞ്ചാഭിവ്യക്തി. നാമം, രൂപം, ഇത് രണ്ടുമാണ് പ്രപഞ്ചാഭിവ്യക്തിയുടെ ഘടകങ്ങൾ. നാമത്തിൻ്റെ അടിസ്ഥാനം ശബ്ദമാണെങ്കിൽ ശബ്ദം പദങ്ങളെ കൊണ്ടും പദം സ്വരങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നതാണെങ്കിൽ ആ സ്വരങ്ങൾ എത്രയാ സ്വരങ്ങൾ? 7. 8ാമതൊരു സ്വരം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. 7 സ്വരമേ ഉള്ളൂ. 7 കുറച്ചിട്ട് പലതും ഉണ്ടാക്കാം. ഓരോ രാഗവിസ്താരം ചെയ്യുമ്പോഴും നമുക്ക് സ്വരം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കൂട്ടാൻ വകുപ്പില്ല. 7 ഉള്ളൂ. അപ്പൊ ശബ്ദത്തിൻ്റെ അടിസ്ഥാനം 7. രൂപത്തിൻ്റെ അടിസ്ഥാനമോ? സൂര്യപ്രഭയിൽ എത്രയാ ഘടകങ്ങൾ? അതും 7 തന്നെ. ശബ്ദവും രൂപവും ഒക്കെ സപ്ത. അവിടെ സപ്തലോകങ്ങളാണ്. അപ്പൊ ഇയാൾ ജനിച്ച, ഇങ്ങനെയുള്ളൊരു മഹാപുരുഷൻ ജനിച്ച കുടുംബത്തിൻ്റെ 7 തലമുറകൾ, 3 അങ്ങോട്ടും 3 ഇങ്ങോട്ടും, 1 അതും പരിപാവനമായി തീരുന്ന. അങ്ങനെ പാവയന്തി കുലാനി മോദന്തേ പിതരഹ, പിതൃക്കൾ സന്തോഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ കുടുംബത്തിൽ വന്ന് ജനിച്ചുവല്ലോ. അഥവാ അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ കാണുമ്പം പിതൃലോകവാസികൾ ആനന്ദിക്കുന്നു. മോദന്തേ പിതരഹ നൃത്യന്തി ദേവതാഹ, ദേവതകൾ നൃത്തം ചെയ്യുന്നു. പരാഭക്തന്മാരെ കണ്ടിട്ട് ദേവതകൾ നൃത്തം ചെയ്യാണ് ആനന്ദം കൊണ്ട്. ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സകല ദേവതകളും ആനന്ദിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിനിയമങ്ങൾ, ഓരോ ദേവതയും അതാണ്. എല്ലാ ദേവതയും, ആ ദേവതകൾക്കൊക്കെ തന്നെ പരമാനന്ദമാണ്. ആനന്ദം വരുമ്പോഴാണല്ലോ നൃത്തം വരുന്നത്. എപ്പോ ഒരു പരാഭക്തനെ മഹാപുരുഷനെ കാണുന്നുവോ നൃത്യന്തി ദേവതാഹ സനാഥാചയം ഭൂർഭവതി, ഭൂമി സനാഥയാവുന്നു. നാഥനോടൊത്തവളാകുന്നു ഭൂമി. ഒരിക്കലും ഭൂമി അനാഥമാവില്ല ഇങ്ങനെ മഹാപുരുഷന്മാർ ജീവിക്കുമ്പോൾ. അതുകൊണ്ട് എക്കാലവും ഭൂമിയിൽ അവിടെ എവിടെയായിട്ട് ഇത്തരം മഹാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ധാരാളം ഉണ്ടാവും. അത് തേടി പിടിക്കാനൊന്നും പോകണ്ടാട്ടോ, അത് ശ്രദ്ധിക്കുക. എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കണ ഇരുന്നോട്ടെ, തേടി പിടിച്ച് ഉപദ്രവം ഉണ്ടാക്കാൻ പോകണ്ട. എന്തായാലും അത്തരം മഹാപുരുഷന്മാർ അനേകം ഉണ്ട് ലോകത്തിൽ. മനസ്സിലാവില്ല. ചിലർ നമ്മളിടയിൽ കൂടെ നടക്കും, ചിലർ നമ്മളിന്ന് വിട്ടു നടക്കും. പലതും അഭിനയിച്ചു നടക്കും. ചിലപ്പോൾ ഭ്രാന്തനെ പോലെ, ചിലപ്പോൾ വിദ്വാനെ പോലെ, ചിലപ്പോൾ ഉന്മത്തനെ പോലെ, പറയാൻ പറ്റില്ല. പക്ഷേ അത്തരം മഹാപുരുഷന്മാരുടെ സാന്നിധ്യം അതാണ് ഭൂമിയെ
സനാഥയാക്കുന്നത്. ഇതിൽ ആചാര്യന് യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. സാധാരണ ഭൂമിപാലന്മാർ എന്ന് നമ്മൾ ആരെയാ പറയുക? മറ്റ് വിധിവിധാനങ്ങളൊക്കെ അതിക്രമിക്കപ്പെടുകയാണ്. ഇപ്പം സാധാരണ വിധിവിധാനങ്ങളുണ്ട്. ഇപ്പം ഇന്നതിന് ഇന്ന പോലെ ചെയ്യണം, ഇന്നതിന് ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ നിയമമുണ്ട്. ഈ സമയം നല്ലതല്ല, ഈ സമയം മോശമാണ്, മോശ സമയത്തൊന്നും ചെയ്യരുത്, നല്ല സമയത്ത് വേണം ചെയ്യാമെന്നൊക്കെ നിയമമുണ്ട്. അതുപോലെ പ്രതിഷ്ഠാദി വിഷയങ്ങളിലൊക്കെ ഒരുപാട് വിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു മഹാത്മാവ് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു മഹാപുരുഷൻ പറയുകയാണ് അത് അപ്പം തന്നെയാണ് സമയം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെയാണ് സമയം. അവിടെ രാഹുകാലാണോ വേറെന്ത് കാല? ഒരു നോട്ടവും ഇല്ല. അപ്പം അത് തന്നെയാണ് സമയം. അതെങ്ങനെയാന്ന് വെച്ചാൽ അതങ്ങനെയാണ്. അത് നമുക്ക് വാക്കുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല. മഹാത്മാക്കൾ പറഞ്ഞത് അവസാന വാക്കാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ട് സനാഥാചയ്യം ഭൂഹു ഭവതി, ഭൂമി സനാഥയാവുന്നു. ഏതായാലും ഭക്തന്മാർക്കിടയ്ക്ക് നാസ്തി തേഷു ജാതിവിദ്യാരൂപ കുലധന ക്രിയാദിഭേദ. പരാഭക്തന്മാർക്കിടയ്ക്ക് ജാതിഭേദമോ വിദ്യാഭേദമോ രൂപഭേദമോ കുലഭേദമോ ധനഭേദമോ ക്രിയാഭേദമോ ഇങ്ങനെയുള്ള ഒരു ഭേദവും തന്നെ ഇല്ല. സാധാരണ തലത്തിൽ ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ വ്യവഹാരത്തിൽ, അല്ലേ? ഉണ്ടാവും. ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളിൽ ഭേദം ഉണ്ടാവും. എന്നാൽ ഭക്തന്മാർക്കിടയ്ക്ക് ഇത്തരം ഭേദമില്ല. അതാണ് ഭക്തി എല്ലാവരിലുമുള്ള ഏകരസത്തെ കാണുന്നതാണ്. ഭക്തി എല്ലാവരിലുമുള്ള ഏകരസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അവിടെ ഭേദം എല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു. ഒരു വ്യത്യാസമില്ല അവിടെ. ജാതിഭേദം, ഉയർന്ന ജാതി താണജാതി, അങ്ങനെയാ പൊതുവെ വ്യവഹാരങ്ങളിലൊക്കെ കാണുക. ഉയർന്ന ജാതി എന്ന് പറഞ്ഞാൽ കുറച്ച് കേമായി, താണജാതി പറഞ്ഞാൽ കുറച്ച് കേമായി. ഏത്? അതിനേക്കാൾ താണാൾ അപേക്ഷയിൽ, അതിനേക്കാൾ താണാൾ അപേക്ഷയിൽ അതും. ഇങ്ങനെ ഉള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അഗ്നിഹോത്രം ചെയ്യണം. നിങ്ങൾ അഗ്നിഹോത്രം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, അതിന് സ്വാമി തിരുമേനിനെ കിട്ടണില്ലാന്ന്. തിരുമേനിനെ കിട്ടണില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. നിന്റെ മേനി എന്താ? നിന്റെ മേനി എന്ത് മേനിയാ? പുണർന്ന് പെറുമെല്ലാരും. സാധാരണ ഗുരുദേവൻ പറഞ്ഞു, പുണർന്ന് പെറുമെല്ലാരും. എല്ലാവരും പ്രസവിക്കുന്നത് സ്ത്രീ പുരുഷന്മാര് പുണർന്നിട്ടാണ്. അതിൽ നായരുടെ പുണർച്ച, നമ്പൂരുടെ പുണർച്ച, ചെറുമരുടെ പുണർച്ച, ഈഴവരുടെ പുണർച്ച അങ്ങനെ ഉണ്ടോ? അറിയില്ല. ഉണ്ടോ? ഉണ്ടാവുമോ? അറിയില്ലേ. പുണർന്ന് പെറുമെല്ലാരും. പിന്നെ എവിടെയാ വ്യത്യാസം? അതുകൊണ്ട് മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ ന ബ്രാഹ്മണാദിരസ്ത്യേവം ഹാ തത്വം വേത്തി കോപിന. ഈ ശ്ലോകം നിങ്ങളോട് 10 മണിക്കൂർ വാങ്ങിച്ചാൽ വ്യാഖ്യാനിച്ചു തരാം. അത്ര കേമനാ ഞാൻ. പക്ഷെ ഒരു വാക്ക് വ്യാഖ്യാനിക്കാനാവില്ല. ഏതാണെന്നറിയോ? ഹാ. ബാക്കിയൊക്കെ വ്യാഖ്യാനിച്ചു തരാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ ന ബ്രാഹ്മണാദിരസ്ത്യേവം തത്വം വേത്തി കോപിന. ഇത്രയും ശബ്ദങ്ങൾ വളരെ വിസ്തൃതമായി വ്യാഖ്യാനിച്ചു തരാം. പക്ഷേ ഹാ ശബ്ദം വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും ഏകരസമായിരിക്കുന്ന തത്വത്തെ കണ്ട് സർവവും ഏകമാണ് അദ്വിതീയമാണെന്ന് ഉപദേശിച്ചിരിക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തട്ടുകളായി വിഭജിച്ച് അതിനെ വീണ്ടും വിഭജിച്ച് തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവൻ, ഇങ്ങനെ പലതും പലതുമായി തിരിച്ച് മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാത്ത വ്യവഹാരങ്ങളെ കണ്ടിട്ട് അനാദ്യ അനന്തമായ ആചാര്യ പരമ്പരയുടെ ഉള്ളിൽ നിന്ന് വന്ന നൊമ്പരമാണ് ഹാ എന്നുള്ള ശബ്ദം. അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഗുരുദേവന്റെ ആ വാക്യം വല്ലാത്തൊരു വാക്യമാണ്. ഹാ പറയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞിട്ടെന്താ? മാറി തൊടരുത്, തൊട്ട് അശുദ്ധാക്കരുത്, മാറണം. ഇന്നും നമ്മൾ ഇതൊക്കെ തന്നെയാണ്.
പൊതുവായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ കൂടെ ഒന്നും ഇതൊക്കെ തന്നെയാണ്. ചിന്തിക്കുക, തമാശയെന്ന് വിചാരിക്കരുത്. ജാതിഭേദം കൂടി വരുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. ചിദാനന്ദപുരസ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഇവിടെ ഈഴവന്മാർക്കാണ് ശക്തി കൂടുതൽ. അവരുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല ഇവിടെ ഈ ഗ്രാമത്തിൽ. സ്വാമിജിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. നമ്മൾ ഒത്തുകൂടുമ്പല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റൂ. നമ്മുടെ നായർ സമൂഹത്തിന് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സ്വാമിജി പറഞ്ഞു തരണം. കാരണം ലോകത്തിൽ അത്രയും ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് സ്വാമിജി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. പൊതുവായിട്ട് സ്വാമിക്ക് ഹിന്ദുവിൻ്റെതല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. നമ്മൾ ഒത്തുകൂടുമ്പല്ലേ നമ്മുടേത് പറയാൻ പറ്റൂ. കൊല്ലം ജില്ലയിൽ നിന്നാണ് അവർ ചിദാനന്ദപുരസ്വാമിയെ നായർ സ്വാമിയാക്കി. സ്വാമിജി ഇവിടെ NSSനാണ് വലിയ പ്രഭാവം. നമുക്ക് അവരുടെ അടുത്ത് എത്താൻ കഴിയുന്നില്ല. സ്വാമിജിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. നമ്മൾ ഒത്തുകൂടുമ്പല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റൂ. സ്വാമിജി ആരാന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് ഈഴവ സമൂഹത്തിന് കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഉപായങ്ങൾ സ്വാമി പറഞ്ഞു തരണം. അവർ ചിദാനന്ദപുരസ്വാമിയെ ഈഴവ സ്വാമിയാക്കി. സ്വന്തം അനുഭവം പറയണത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് സ്വന്തം അനുഭവം പറയണത്. ആദ്യത്തേത് NSS നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അനുഭവമാണ്. രണ്ടാമത്തത് SNDP ആയി ബന്ധപ്പെട്ട ഒരു ആശ്രമത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോഴാണ്. ഒരു നമ്പൂതിരിയുടെ ഇല്ലത്ത് മകൻ്റെ ഉപനയനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയപ്പോൾ ഉപനയനം കഴിഞ്ഞു, സമയം കുറച്ചുണ്ട്, എന്തായാലും സ്വാമിജി വന്നാലേ എന്തെങ്കിലും ഉപനയനത്തെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂർ നേരം എന്താണ് ഉപനയനം, എന്തിനാണ്, എങ്ങനെയാണെന്നുള്ളത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ 5-6 പേര് വന്നു. ഇതേപോലെ തന്നെ സ്വാമിജിക്ക് പൊതുവെ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റും. നമ്മൾ ഒത്തുകൂടുമ്പല്ലേ നമ്മുടെ കാര്യം പറയുക. ഇല്ല, സ്വാമി ആരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ നമ്പൂതിരി സമുദായത്തിന് കുറേയും കൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് പ്രായോഗികമായ. കാരണം SNDP NSS ഒക്കെ ഉണ്ടായ സമകാലത്താണ് നമ്മളും ഉണ്ടായത്. ഇന്ന് വരെ കേരളത്തിൽ ഒരു കോളേജ് അല്ലാണ്ട് വേറൊന്നും നമുക്കില്ല. അവർ ചിദാനന്ദപുരസ്വാമിയെ നമ്പൂതിരി സ്വാമിയാക്കി. അതെ, ഓരോരുത്തർ സ്വാമി പൂർവാശ്രമം എവിടെയായിരുന്നു? അപ്പം നമ്മൾ തെണ്ടിയായതുകൊണ്ട് നാട് മുഴുവൻ അറിയും, ഏത് നാട്ടിലെ കാര്യം അറിയാം. അപ്പോൾ അവരുടെ നാടിൻ്റെ അടുത്ത സ്ഥലം പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇരുന്നു, ഞങ്ങളെ നാട്ടുകാരനല്ലേ, ഓ അതെ, അവിടെ ഏതാ വീട്, അവിടെ നമ്മുടെ സ്ഥലത്തുള്ള വീടാ, ഓഹോ അത് സന്തോഷം. അടുത്തവർക്ക് കുടുംബം അറിയണം, ഏത് കുടുംബമാണ്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓ അപ്പോൾ സ്വാമി ഞങ്ങളെ ജാതിയിൽ നിന്ന് വന്ന ആളാ. അവൻ സന്തോഷിച്ചോട്ടെ, നമുക്കെന്ത് വേണം? മൂഢൻ അല്ലാണ്ട്. ഇതാണ് നമ്മുടെ സ്വഭാവം. ഈ സ്വഭാവം ഏറ്റവും കൂടിയ കൂട്ടരാണ് മലയാളികൾ. സംശയമല്ല പറയണത്, അനുഭവം കൊണ്ടാണ് പറയുന്നത്, വേറൊന്നും കൊണ്ടുമല്ല. ഇരിക്കട്ടെ. അപ്പൊ ഈ വിഷയം ചോദിച്ചാൽ ജാതിഭേദം. അപ്പോഴാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവസ്വാമിയാവുന്നത്. അപ്പോഴാണല്ലോ ചട്ടമ്പിസ്വാമി തിരുവടികൾ നായർസ്വാമിയാവുന്നത്. ആ അദ്വൈതാചാര്യന്മാരെ എവിടെ കിടന്നു? ആ അദ്വൈതാചാര്യന്മാരെ വിഹരിച്ചത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ്? ഇരിക്കട്ടെ. ഏതായാലും ഭക്തന്മാർക്ക് ജാതി വ്യത്യാസം ഇല്ല. ഇപ്പൊ ജാതി വ്യത്യാസം കാണുന്നുണ്ടെങ്കിലോ എന്താ മറുപടി? അവർക്ക് ഭക്തിയില്ല, ഉറപ്പാണ്. ജാതി വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഭക്തിയില്ല, രണ്ടും കൂടെ ഒന്നിച്ചു പോവില്ല. ഭക്തിയും ജാതി ചിന്തയും ഒന്നിച്ചുണ്ടാവില്ല, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. നായർ ഭക്ത സമാജം, ഈഴവ ഭക്ത സമാജം, പുലയർ ഭക്ത സമാജം ഒക്കെ വരാൻ സാധ്യതയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ സാധ്യതയുണ്ട്. അത്രയ്ക്കധികം ജാതി ചിന്ത സമൂഹത്തെ രൂഢമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുക, ഭക്തി ഉണ്ടെങ്കിൽ ജാതി ഉണ്ടാവില്ല, ജാതി ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവില്ല. ഉറപ്പ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല.
ജാതിഭേദം. 2 വിദ്യാഭേദം. വലിയ പഠിപ്പുള്ളവൻ, പഠിപ്പില്ലാത്തവൻ. എങ്ങനെയാണ്? വലിയ പഠിപ്പുള്ളവനോടൊരു പ്രത്യേകത, പഠിപ്പ് കുറഞ്ഞവനോടൊരു പ്രത്യേകത. അതൊന്നും ഭക്തനുണ്ടാവില്ല. ഭക്തനിൽ വിദ്യാഭേദം ഇല്ല. എല്ലാം ഏകരസം, എല്ലാം ഭഗവന്മയം. രൂപം, സുന്ദരൻ സുന്ദരി അല്ലെങ്കിൽ വിരൂപൻ വിരൂപിണി, ഈ വകയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഭക്തിയില്ല. രൂപഭേദം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയില്ല, ഭക്തി ഉണ്ടെങ്കിൽ രൂപഭേദം കൽപ്പിക്കില്ല. പിന്നെയോ കുലം, വലിയ കുലത്ത് പിറന്നവർ, താണകുലത്ത് പിറന്നവർ, ഇങ്ങനത്തെ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഭക്തിയില്ല. ഭക്തിയുണ്ടോ? ഇങ്ങനത്തെ വ്യത്യാസം ഉണ്ടാവില്ല. ധനം വളരെ പ്രധാനമാണ്. നമ്മൾ പൊതുവെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവുക, ധനികന്മാർ വരുമ്പോൾ വരൂ വരൂ, എന്താ നിങ്ങളെ കാത്തിരിക്കുകയല്ലേ ഭഗവാൻ എന്നുള്ള മട്ടിൽ ക്ഷണിച്ചു കൊണ്ടുപോകും. പാവപ്പെട്ട ആരെങ്കിലും വന്നാലോ, അവിടെ ഇരുന്നാലോ, എന്താ അങ്ങനെയാ ഉണ്ടാവുക. അതെ, ഇവിടെ അങ്ങനല്ലേ? ഇവിടെ അങ്ങനല്ല, പുറത്തൊക്കെയാ. അതെ, ഒരു സ്ഥലത്ത് പോയപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ തറക്കല്ലിടാൻ സ്വാമി ചിദാനന്ദപുരി, ഫണ്ട് ഉദ്ഘാടനത്തിന് വലിയൊരു കോടീശ്വരൻ. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സ്വാഗതം ചെയ്തതാണ്. ചിദാനന്ദപുരി സ്വാമിയെ സ്വാഗതം ചെയ്തതെന്ന് പറഞ്ഞുകൂടാ, അത്ര പറ. പൊങ്ങിപ്പോവാഞ്ഞത് തലക്കനം കൊണ്ട് മാത്രമാണ്. രണ്ടാമത് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം വലിയൊരു ഭക്തനാണെന്നാണ്. അപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ ചെവി ചോദിച്ചു, എങ്ങനെയാ സ്വാമി ഞാൻ ഭക്തനാണെന്ന് ഇയാൾക്കറിയാം? ഞാൻ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞാൻ വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞാൻ വലിയ ഭക്തനാണെന്ന് ഇയാൾക്ക് എങ്ങനെയാ അറിയാം? ഞാൻ ക്ഷേത്രത്തിലൊക്കെ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്, അത് എൻ്റെ ബിസിനസ് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണെങ്കിലോ എങ്ങനെ ഞാൻ ഭക്തനാവുക? നമ്മൾ വിചാരിച്ചു നമ്മളോട് ചെവി പറഞ്ഞത് മാത്രമാണെന്ന്. പക്ഷെ ഇദ്ദേഹം തുടക്കത്തിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നി. ഞാൻ ഭക്തനാണെന്ന് സ്വാഗതം ചെയ്തു കേട്ടു, ഞാൻ ഭക്തനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂട്ടരെ അറിയുക? ആരാലും തിരിച്ചറിയപ്പെടാത്ത, ചിലപ്പോൾ ഭ്രാന്തനായി മാനിക്കപ്പെടുന്ന, ഒരു സ്ഥലത്തും വരാത്ത, ചിലപ്പോൾ നിരീശ്വരവാദിനെ പ്രസംഗിച്ച് നടക്കുന്ന ആരെങ്കിലും ആയിരിക്കും ശരിയായ ഭക്തന്മാർ. നമുക്ക് എങ്ങനെ അറിയും എന്ന് അദ്ദേഹം പൊതുവെ പ്രസംഗിച്ച് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ്. എന്നാൽ ഭക്തന്മാർക്കിടയ്ക്ക് ധനഭേദം, ധനിക ദരിദ്രഭേദം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഭക്തിയില്ല. ക്രിയാതിഭേദ, ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വ്യത്യാസം. അങ്ങനെയാണ്. ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വ്യത്യാസം ഭക്തന്മാർക്കിടയ്ക്കില്ല. ഉണ്ടെങ്കിൽ ഭക്തിയില്ല, ഉറപ്പ്. ഇതാണ്. അപ്പൊ നോക്കൂ, നമ്മളിലെ ഏകത്വത്തെ ഊട്ടി വളർത്തുന്നതാണ് ഭക്തി. ഇതിന്റെ വളരെ വലിയൊരു ദൃഷ്ടാന്തം നമ്മൾ ഈ അടുത്ത കാലം വരെ ഈ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കണ്ടായിരുന്നു. മലയ്ക്ക് മാല ഇട്ടാൽ എല്ലാവരും അയ്യപ്പന്മാരാ. അവിടെ ധനികനും ദരിദ്രനും ഇല്ല, വിദ്വാനും പാമരനും ഇല്ല, എല്ലാവരും സ്വാമി. ഇന്നിപ്പോ കാലം പോയി പോയി അതും പോയി. സ്വാമി വന്ന് കെട്ടഴിക്കുകയാണ്. കഥയല്ല, കഥയാന്ന് വിചാരിക്കരുത്. അപ്പൊ കെട്ടഴിക്കുമ്പോൾ ചില ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങ സൈഡ് സഞ്ചിയിൽ നിന്ന് പുറത്തെടുക്കുകയാണ് പൊട്ടിക്കാൻ വേണ്ടി. കഷ്ടകാലത്തിന് എങ്ങനെയോ സൈഡ് സഞ്ചി ചെരിഞ്ഞു പോയി, രണ്ടാ വീണ് പൊട്ടിയത് കുപ്പി. മാഹിന്ന് വടക്കാണ് ഈ സംഭവം. കണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലം. നമ്മൾ പ്രഭാഷണത്തിന് ഇപ്പുറത്തിരിക്കുന്നു, അപ്പുറത്താണ് ഈ സംഭവം. എല്ലാവർക്കും വലിയ വേവലാതിയായി. നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഭക്തന്മാർ ഭേദരഹിതന്മാരാണ്. ആ അഭേദ സ്വരൂപത്തിലേക്ക് എത്താനുള്ള മരുന്നാണിത്. അതുകൊണ്ടാണ് ശബരിമല നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് മേടിച്ചിട്ടുള്ളത്. ഭക്തന്മാരിൽ വ്യത്യാസമില്ലല്ലോ, ഒക്കെ ഒന്നാണ്. ആ ഒന്നെന്നുള്ള ഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മദ്യം വേണം. അതിന് വാങ്ങിയതാണ്. നമ്മൾ എവിടെ എത്തിപ്പോയി എന്ന് ആലോചിച്ച് നോക്കും. ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ് ഈ പറയുന്നത്. എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കുക. ഇരിക്കട്ടെ, ഏതായാലും ജാതി വിദ്യ രൂപ കുലധന ക്രിയാതി ഭേദം ഭക്തന്മാർക്കിടയ്ക്ക് ഇല്ല. എന്തുകൊണ്ടാ വ്യത്യാസം ഇല്ലാത്ത? വ്യത്യാസം വേണ്ടതല്ലേ? യതഃ തദീയാഹ, യതഃ യസ്മാത് കാരണാത്, യാതൊരു കാരണം കൊണ്ട്, തദീയാഹ അവൻ്റെതാണ്, എല്ലാം അവൻ്റെ സ്വരൂപമാണ്, എല്ലാം അവൻ്റെ പ്രകടീകൃത ഭാവങ്ങളാണ്. ഭക്തൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് ഭക്തന്മാരിൽ
ജാതി വിദ്യ രൂപ കുല ധന ക്രിയാദി ഭേദം ഇല്ല. ഈ സൂത്രം നല്ലോണം ഓർമ്മിക്കണേ, എപ്പോഴും ഓർമ്മിക്കണം ഈ സൂത്രം. നാസ്തി തേഷു ജാതി വിദ്യ രൂപ കുല ധന ക്രിയാദി ഭേദ. ഈ സൂത്രം ഓർമ്മിക്കുക. ഇനി ഈ ഒരു ഭക്തിയിലേക്ക് ഉയരാൻ വേണ്ടി എന്തൊക്കെ ചര്യ ചെയ്യണം ജീവിതത്തിൽ? വീണ്ടും പറയുന്നു, ഇതാണ് ആവർത്തിച്ച് ഏറ്റവും അധികം നാരദൻ പറയുന്ന വിഷയം. എങ്ങനെ ഭക്തി ഉണ്ടാവും എന്നുള്ള വിഷയമാണ്. ഇതിനകം പല പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയുകയാണ്. വാദോ ന അവലംബ്യ, വാദഹ ന അവലംബ്യ. വാദം അവലംബിക്കരുത്, വാദപ്രതിവാദത്തിന് പോവരുത്. ആരുമായും ഒരു വാദപ്രതിവാദത്തിനും പോവരുത്. പ്രത്യേക ശ്രദ്ധ. കാരണം വാദപ്രതിവാദത്തിന് പോയിട്ടൊരു ഗുണമില്ല. ഒക്കെ സംസാരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അവൻ ഏത് ഭാവനയിൽ വന്നോ അവൻ അങ്ങനെ പോവും, ഞാൻ ഏത് ഭാവനയിൽ പോയോ ഞാൻ ആ ഭാവനയിലും പോവും. ആകെ കൂടി ഉണ്ടായിട്ടുള്ള ഗുണം കുറേ കലുഷിതമായ വർത്തമാനങ്ങൾ രണ്ട് കൂട്ടരും തമ്മിലുണ്ടായി. ജയിക്കാനുള്ള ത്വര, തോൽപ്പിക്കാനുള്ള ത്വര, ഇതൊക്കെയാണ് വാദത്തിൽ. അതുകൊണ്ട് വാദഹന അവലംബ്യ, അത് രാജസികമായ ഭാവം മനസ്സിലെടുക്കും. ചോദ്യം, അപ്പൊ ശങ്കരാചാര്യസ്വാമികളൊക്കെ വാദം ചെയ്തതോ സ്വാമി? അത് യാതൊരു ഭേദവും ഇല്ലാത്ത അവസ്ഥയെ പ്രാപിച്ച ശേഷമാണ്. യാതൊരു ഭേദവും ഇല്ലാത്ത അവസ്ഥയെ പ്രാപിച്ച ശേഷം എന്തും ചെയ്തോട്ടെ, അത് എന്ത് ചെയ്താലും വിരോധമില്ല. ഇത് സാധകനോടാ പറയുന്നത്, സിദ്ധനോടല്ല. സിദ്ധന്റെ ചര്യകൾ സാധകന് അതേപോലെ അനുവർത്തിക്കാൻ കഴിയുന്നതല്ല. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഭക്തന്മാര് കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ ഭക്തിയിലേക്ക് ഉയരേണ്ടുന്നവര് വാദഹ ന അവലംബ്യ, വാദം അവലംബിക്കരുത്, വാദപ്രതിവാദത്തിന് ആരോടും പോവരുത്. ഒരാൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു, സന്തോഷം, അതും ഈശ്വര മഹിമയല്ലേ? അയാൾ ഈശ്വരൻ ഇല്ല എന്ന് പറയണത് അല്ല. നിനക്ക് വല്ല സംശയമുണ്ടോ ഈശ്വരൻ ഇല്ല എന്ന്? എനിക്ക് സംശയമില്ല, പിന്നെ നീ എന്തിനാ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ പോണേ? ഒരാൾ പറയാണ്, സ്വാമി നിങ്ങളൊരു മനുഷ്യനല്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ മനുഷ്യനാണെന്ന്, പിന്നെ ഞാൻ എന്തിനായിട്ട് തർക്കിക്കാൻ പോണേ? ഓ സന്തോഷം, കഴിഞ്ഞു. എന്നെ ഒരാൾ തെറി വിളിച്ചു എന്ന് വെച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. എന്നെ വിളിച്ചിട്ടുണ്ട് ധാരാളം. ഒരു ദിവസം 4.25 മണിക്കൂർ നേരം മലയാള ഭാഷയിലുള്ള എല്ലാ തെറിവാക്കും കേട്ടിരുന്നിട്ടുണ്ട്. 4.25 മണിക്കൂർ നേരം, 1ഉം 2ഉം അല്ല, എല്ലാ തെറിവാക്കും. അന്നാണ് ചിദാനന്ദപുരി സ്വാമി മലയാളത്തിലുള്ള തെറിവാക്കുകൾ പഠിച്ചത്. എല്ലാ തെറിവാക്കും പറയാം. 4.25 മണിക്കൂർ നേരം, അതൊരു വലിയ തപസ്സാണേ. ഒരാൾ വന്നിങ്ങനെ തെറി പറയാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളങ്ങോട്ട് മാറും. അപ്പൊ വേറൊരാൾ വരും, അവർ ക്ഷീണിക്കേ. നാ സ്വാമി ഒന്ന് മറുപടി പറഞ്ഞോടെയിരുന്നോ? എന്ത് പറയാനാണ്, ഞാനതൊന്നും അല്ലാന്നറിയാം. അവർ പലതും എന്നെ വിളിക്കുന്നുണ്ട്, അതൊന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്, പിന്നെ ഞാനിതിനെ പ്രതികരിക്കുന്നത്. എന്തൊക്കെയാ അവർ വിളിച്ചതെന്നാ? ഞാനല്ലാത്ത എല്ലാത്തിൻ്റെ പേരും വിളിച്ചിട്ടുണ്ട്. അതെ, 4.25 മണിക്കൂർ നേരം, 1ഉം 2ഉം അല്ല, ഒരു 500-600 പേരെങ്കിലും ഉണ്ടാവും. ഞങ്ങളാകെ 3 പേര്, സ്വാമി ചിദാനന്ദപുരിയും വേറെ 2 പേരും. ഒരു 100% മാർക്സിസ്റ്റ് ഗ്രാമമാണ്. അവിടെ വേറൊന്നും പാടില്ല. അവിടെ ഹിന്ദു എന്ന് പറയാൻ പാടില്ല, ഹിന്ദു എന്ന് പറയാൻ പാടില്ല, പിന്നെയല്ലേ അങ്ങനത്തെ ഗ്രാമമാണ്. എന്നാൽ ഒക്കെ ഹിന്ദുക്കളാണേനും, ഒറ്റയൊന്നും അവിടെ ഹിന്ദു അല്ലാത്തതില്ല. അപ്പൊ ആ ഗ്രാമത്തിൽ നിന്ന് ഒരാള് ആശ്രമത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നു, ചാതുർവർണ്ണ്യം. അപ്പൊ അങ്ങ് മറുപടി കിട്ടിയപ്പോ അയാൾ ആശ്രമത്തിലായി, പിന്നെ ആശ്രമത്തിലെ അന്തേവാസിയായി, അവിടുത്തെ ബ്രഹ്മചാരിയായി. അയാൾ സന്യാസിയാണ്, സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, ആശ്രമത്തിലെ അന്തേവാസിയാണ്, സന്യാസിയാണ്. അപ്പൊ ഇയാൾ ബ്രഹ്മചാരിയായത് എവിടുന്ന? അത് 100% മാർക്സിസ്റ്റ് ഗ്രാമത്തിന്. അവർക്ക് സഹിക്കുക, എറണാകുളത്തുള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല 100% മാർക്സിസ്റ്റ് ഗ്രാമം എന്താന്ന് പറഞ്ഞാൽ. എറണാകുളത്ത് മാത്രം അറിയുന്ന ആൾക്കാർക്ക് അറിയില്ല അത്. കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗം, കണ്ണൂർ ജില്ലയുടെ ചില ഗ്രാമങ്ങൾ, അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ചില ഗ്രാമങ്ങളൊക്കെ പരിചയപ്പെട്ടാലേ ഇത് മനസ്സിലാവും. 100%. അവിടുന്നാണ് ഒരുത്തമല്ലേ അന്തേവാസിയായത്. എന്ത് ചെയ്യാം, എവന്റെ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ അവന്റെ വീട്ടിൽ പോയതാ. ഇയാൾ ആശുപത്രിയില്ല.
അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇയാൾക്ക് ചെറുപ്പത്തിൽ ഇന്ന രോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതിപ്പോൾ ചോദിക്കുക അമ്മയോടല്ലാണ്ട് ഇപ്പോൾ ആരോടാ ചോദിക്കുക? അപ്പോൾ ചിലർ പറഞ്ഞു, സ്വാമി ആ ഗ്രാമത്തിലേക്ക് സ്വാമി പോണ്ടാട്ടോ. എന്താ പോയാൽ? പോയി. പോയതും ചിദാനന്ദപുര സ്വാമി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ആൾക്കാർ കൂടണോ, എന്തൊരു സ്നേഹം അവർക്കെന്നാണ്. ചുരുക്കി പറഞ്ഞ ഈ ഭരണ നേരം കൊണ്ട് 100-200 പേരായി. ഒരമണിക്കൂർ കൊണ്ട് 100-400 പേരായി, ആയുധങ്ങളും അതും ഇതുമായിട്ട്. ഞങ്ങൾ 3 പേരൊരു വീട്ടിൽ, ഇവർ 500-600 പേര്. എന്തൊക്കെ ഞാൻ അല്ലയോ അതൊക്കെ എന്നെ അവർ വിളിച്ചു. പക്ഷേ എനിക്കൊറ്റ തോന്നലേ ഉണ്ടായിട്ടുള്ളൂ, ഇതൊന്നും ഞാനല്ലല്ലോ, പിന്നെന്തിനാ അപ്പം ഞാൻ വേവലാതിപ്പെടുന്നത്? ഇതൊന്നും ഞാനല്ല, ഇത് ഞാൻ എന്തിനാ വേവലാതിപ്പെടണം? ചിരിച്ചുകൊണ്ടിരുന്നു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അത് ചിരിക്കല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ. അവിടെയൊക്കെ വല്ലതും പറഞ്ഞ് പോയാൽ കഴിഞ്ഞു, അപ്പം ഭസ്മായി പോകും. കാരണം അത്രയ്ക്കാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളോ 2 ആളോ 3 ആളൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം. ഇത് 500-600 പേരുണ്ട്, അതിൽ പകുതിക്കും തലയില്ല, പിന്നെ എന്ത് ചെയ്യും? ഇവൻ രസായനം കഴിച്ചവരാണ്. പിന്നെ അവിടെ ഉപായം എടുത്തു, അവിടെയാണ് ബുദ്ധി വേണ്ടത്. ബുദ്ധി പ്രയോഗിച്ചു, ചില ബുദ്ധി കൗശലമൊക്കെ പ്രയോഗിച്ചു, പോലീസിനെ വരുത്തിക്കാൻ സാധിച്ചു. അങ്ങനെ പോലീസ് വണ്ടിയിൽ അവിടുന്ന് ഞങ്ങൾ 3 ആൾ രക്ഷപ്പെട്ടു. ഇതൊന്നും കഥയല്ല. അപ്പോ ഞാൻ എന്തൊക്കെയല്ലയോ അതൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിനെ വേവലാതിപ്പെടുന്നത്? ഞാൻ എന്താണോ അതിനെ അവർ കുറ്റം പറഞ്ഞാലല്ലേ എനിക്ക് വിഷമിക്കണ്ടു. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാ, അതിനവർക്ക് തെറി പറയാൻ പറ്റുമോ? സച്ചിദാനന്ദം ഹേയ് അതുകൊണ്ട് അവർക്ക് വേറെ വല്ലതും പറയാൻ പറ്റുമോ? ആണെങ്കിൽ അതല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ വേവലാതിപ്പെട്ടു? ഇത് വെറുതെ പ്രസംഗിച്ചാൽ പോരാ. ഇതിപ്പോൾ പ്രസംഗിക്കാൻ കഴിയുമ്പോൾ ഇരുന്നിട്ട് നിങ്ങൾ കുറേ പേര് കേൾക്കുന്നുണ്ട്, മൈക്രോഫോണുണ്ട്, അപ്പോൾ ഇത് പ്രസംഗിക്കാൻ കഴിയും. സ്വന്തം ജീവിതത്തിൽ അനുഭവം വരുമ്പോഴേ അറിയുള്ളൂ. അതിലൊരു രസിക കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അയാളാണ് എനിക്ക് ഏറ്റവും തെറിവാക്ക് പഠിപ്പിച്ചത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഒരു തോർത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു 50-60 വയസ്സുണ്ടാവും. ഇയാൾ പച്ചാത്തെറി പറയും. അടുത്ത് വന്നിട്ട് പറയും, സ്വാമിജി അവിടത്തേക്ക് എന്നോട് കോപമൊന്നും തോന്നരുതേ, എൻ്റെ കുടുംബം നശിച്ചു പോകും, എവരിടയ്ക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞേ മതിയാവും. എന്നിട്ട് കുറച്ച് ദൂരെ പോവും. എന്നിട്ട് ആദ്യം വിളിച്ചതിനേക്കാൾ തെറിവാക്കുക. സത്യമായിട്ട് കഥയല്ല. പിന്നെ അടുത്ത് വന്ന് വീണ്ടും പറയാം, അവിടത്തേക്ക് ഒരു വിഷമം തോന്നരുതേ, എനിക്ക് കുടുംബമൊക്കെ ഉള്ളതാട്ടുമോ. എന്നിട്ട് ദൂരെ പോയിട്ട് വീണ്ടും പച്ചത്തെറി പറയും. ഇയാളാണ് ഒരു മണിക്കൂറോളം ഒരു കോമഡി ഷോ പോലെ. സന്തോഷം. ഏതായാലും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9:45, 9:50 വരെ ഉണ്ടായൊരു അനുഭവമാണ്. അപ്പം അതുകൊണ്ട് ഇവർ നമ്മളോട് എന്ത് പറഞ്ഞാൽ നമുക്കെന്ത് വേണം? ആരാ നമുക്ക് അറിയിച്ച എന്തിനാ നമ്മൾ വേറൊരാളുടെ വാദത്തിന് പോണേ? അങ്ങനെയൊന്നല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കള്ളനല്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. വാദവും അവലംബ്യ, ഒന്നും വേണ്ട, സന്തോഷമായിട്ടിരുന്നോളാം. നമ്മൾ വാദിക്കാൻ പോണത് നമുക്ക് ദൃഢതയില്ലാത്തപ്പോഴാണ്. നമുക്ക് തന്നെ എന്തൊരു സംശയമുണ്ട്, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാളാ. അതെ, ഒരാൾ ഇല്ല പറഞ്ഞാലും ഭഗവാന്റെ മഹിമയാണെന്ന് മനസ്സിലായിക്കോളും. ഇല്ല എന്ന് പറയിപ്പിക്കുന്നതും ഭഗവാന്റെ മഹിമയാണ്. പിന്നെന്താ വേണ്ട? അതുകൊണ്ട് ബാധോന അവലംബ്യ എന്ന് ഓർമ്മിക്കണേ, മറക്കരുതേ. മാത്രമല്ല ബാഹുല്യ അവകാശത്വം അത് അനിയതത്വം അത് ബാഹുല്യ അവകാശത്വം അത് ഒരാൾക്കൊരു വാദം പറയാമെങ്കിൽ വേറൊരാൾക്ക് വേറെ വാദം പറയാം. ഏതാ ശരിയെന്ന് അങ്ങനെയാ പറയുക? ഏതാ ശരി പറയൂ. എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പറഞ്ഞ ശരി, നിന്റെ ദൃഷ്ടിയിൽ നീ പറഞ്ഞ ശരി അല്ലേ? ചിന്തിക്കുക. ഒരാൾ പറഞ്ഞു, സ്വാമി ഞാൻ നിരീശ്വരവാദിയാണ്. സ്വാമിയോട് കുറച്ച് തർക്കിക്കാൻ വന്നതാണ്. ഇത് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നുണ്ടായതാണ്. നമ്മൾ പറഞ്ഞു ഞാനും നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് തന്നോട് തർക്കിക്കാൻ ഞാനില്ല. സ്വാമി നിരീശ്വരവാദിയാണ്, ഞാൻ നിരീശ്വരവാദിയാണ്. ഞാൻ സർവ്വായുധവും പോയി. കുളത്തൂരിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തിയ ഉടനെയാണ് കുളിക്കുകയൊക്കെ വേണം. അന്ന് ഇവിടെ ഇരിക്കുക, ഞാൻ പോയി കുളിച്ച് വരാമെന്ന്. പോണ പോക്കിൽ ഇയാൾ ഇരിക്കുന്ന റൂം നടുവിലെ റൂമാണ്. ഇപ്പുറത്തെ റൂമിലാണ് നമ്മൾ വസ്ത്രമൊക്കെ വെച്ചത്, അതിൻ്റെ ഇപ്പുറത്താണ് കുളിമുറിയൊക്കെ ഉള്ളത്. ഇയാളെ അടുത്തു കൂടെ വേണം നമ്മൾ പോവാം. പോണ വഴിക്ക് ചോദിച്ചു, അല്ല ഏത് ഈശ്വരനിലാണ് നിങ്ങൾ വിശ്വസിക്കാത്ത? തിരിച്ചു വന്നപ്പോൾ, കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി ഞങ്ങൾ 2 പേരും കുളിക്കുകയായിരുന്നു. ഞാൻ വെള്ളത്തിൽ കുളിച്ചു, അയാൾ വിയർപ്പ് കുളിച്ചു, അത്രയും വ്യത്യാസമുണ്ട്. കഥയല്ല, ഉള്ളതാണ് പറയണത്.
എന്ത് പ്രശ്നം? അയാൾ നിരീശ്വരവാദിയാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, എന്ത് വേണം? ആണ് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യും, പ്രഭാഷണത്തിന് പോവാ വന്നു, മുഴുവൻ കേട്ടിരുന്നു, പിന്നെ സ്ഥിരം വരാനാ തുടങ്ങി. പാവം, വിവരമില്ലാത്തതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. അതിന് വാദപ്രതിവാദത്തിന് പോകേണ്ട ആവശ്യമില്ല. ബാഹുല്യ അവകാശം. അത് ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ വേറൊരാൾക്ക് വേറൊരു അഭിപ്രായം പറയാൻ പറ്റും. ഇന്നതേ സമർത്ഥനം ചെയ്യാവുന്നില്ല. എന്ത് വേണമെങ്കിൽ സമർത്ഥിക്കാൻ പറ്റും. തർക്കം പഠിച്ച ഒരാൾക്ക് എന്ത് വേണമെങ്കിൽ സമർത്ഥിക്കാൻ പറ്റും. ഒരാൾ ഈശ്വരനില്ല പറഞ്ഞാൽ ഞാനും പറയും ശരി, ഈശ്വരനില്ല, ഇതെന്താ പ്രശ്നം? സമർത്ഥിക്കാൻ കഴിയും. കാരണം ജഗത്ത് ഈശ്വരൻ ജീവൻ എന്ന ഭേദം ഉള്ള തലത്തിലേ ഈശ്വരനുള്ളൂ. ജഗത്ത് പാരമാർത്ഥികമായിട്ടുള്ളതല്ല, അത് മിഥ്യയാണ്. പാരമാർത്ഥികമായി പരമാത്മാ ഏകം അദ്വിതീയം സത്യം. ഇതിനോട് ഈശ്വരനുണ്ടോ? ജീവനുണ്ടോ? ജീവനുണ്ടെങ്കിൽ ഈശ്വരനുണ്ട്, ജഗത്തുണ്ടെങ്കിൽ ഈശ്വരനുണ്ട്. പക്ഷെ പാരമാർത്ഥിക തലത്തിൽ ജീവനും ജഗത്തും ഈശ്വരനും ഇല്ല. പക്ഷെ ഇതൊന്നും അവന് മനസ്സിലാക്കാൻ കഴിയില്ല. ചിന്തിക്കുക. വാദോനവലംബ്യ ബാഹുല്യ അവകാശത്വാത് അനിയതത്വാത് ച. തർക്കത്തിന് ഒരിക്കലും ഒരു അവസ്ഥ ഉണ്ടാവില്ല, അനിയതമാണ്. വാദപ്രതിവാദത്തിന് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും വല്ല മാറ്റം ഉണ്ടാവുമോ? പോയ ആൾ അതേ വിശ്വാസത്തിൽ തിരിച്ചു പോകും, മറ്റേ ആളും തിരിച്ചു പോകും. അതിനിടയ്ക്ക് കുറേ ബഹളം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ല? ചിന്തിക്കുക. എന്നാലും ചിലപ്പോൾ പോകേണ്ടി വരും കേട്ടോ, അത് വേറെ വിഷയം. സാമൂഹികമായി ചില ദൃഷ്ടികളിൽ പോകേണ്ടി വരും, അത്രയേ ഉള്ളൂ. സാമൂഹികങ്ങളായ ചില ദൃഷ്ടികളെ അവലംബിച്ച് നമുക്കൊക്കെ ചില വാദമൊക്കെ സ്വീകരിക്കേണ്ടി വരും, അത് വേറെ വിഷയം. ഇത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ആകെ കൂടി ഒരു ഭക്തനുള്ളത് ഈ തർക്കവും വിതർക്കമൊക്കെ ചെയ്ത് നടക്കുക എന്നുള്ളത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഭക്തന്റെ രാവിലെ തന്നെയുള്ള പണി മെല്ലെ ഇറങ്ങാ വീട്ടിൽ നിന്ന്, എന്നിട്ട് ഇവനോടും തർക്കം ചെയ്യുക, വാദം ചെയ്യുക, അതൊക്കെയാ പരിപാടിയെ ചെയ്യരുത് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുക? മറുപടി ഭക്തിശാസ്ത്രാണി മനനീയാനി തദുദ്ബോധക കർമാണി കരണീയാനി. ഭക്തിശാസ്ത്രാണി മനനീയാനി. ഭക്തിശാസ്ത്രങ്ങളെ മനനം ചെയ്യേണ്ടതാകുന്നു. ഭക്തിശാസ്ത്രങ്ങളെ മനനം ചെയ്യേണ്ടതാകുന്നു. എപ്പോഴും ഭക്തിശാസ്ത്രങ്ങളെ മനനം ചെയ്യാം, മനസ്സിൽ പര്യാലോചന ചെയ്യാം. മനനം ചെയ്യണമെങ്കിൽ ആദ്യം ശ്രവണം ചെയ്യണം. അപ്പോൾ ശ്രവണ മനനങ്ങളെ കൊണ്ട് സദാ ഭക്തിശാസ്ത്രങ്ങളെ ഉള്ളിൽ വയ്ക്കുക, ചിന്തിക്കുക. അത് ഭാഗവതമെന്നോ ശിവപുരാണമെന്നോ ദേവി ഭാഗവതമെന്നോ ഒരു വ്യത്യാസവും പറയുന്നില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ ഭക്തിശാസ്ത്രങ്ങൾ ദിവസവും പഠിക്കുക. അതിന് സമയം നീക്കി വയ്ക്കണം. 24 മണിക്കൂറില്ലേ ഒരു ദിവസത്തിന്? 24 മിനിറ്റ് നമുക്ക് നീക്കി വെച്ചൂടെ? ആർക്കാ സമയമില്ലാത്ത 24 മിനിറ്റ്? സമയമില്ല എന്നാരെങ്കിലും പറയുമോ? അപ്പോൾ ഇവിടെ 1.5 മണിക്കൂർ വന്നിരിക്കുന്നുണ്ടല്ലോ, അത് സമയം ഉണ്ടാക്കിയതല്ലേ. 24 മിനിറ്റ്, അതിൽ ഇത്ര കൂട്ടിയാലും സന്തോഷം, അതിൽ കുറയ്ക്കരുത്. നമ്മൾ നിത്യം സ്വാധ്യായം ചെയ്യുന്നൊരു പ്രതിജ്ഞ ചെയ്യാം. ഇപ്പോൾ തന്നെ ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ട്. എല്ലാവരും പ്രതിജ്ഞ ചെയ്യാം. എന്താ സ്വാമി സ്വാധ്യായം ചെയ്യേണ്ടത്? എന്താണോ ദഹിക്കുക, എന്താണോ രുചിക്കുക, അങ്ങനെയുള്ളൊരു സദ്ഗ്രന്ഥം ദിവസവും പാരായണത്തിന് വയ്ക്കുക, നിർബന്ധമായിട്ട്. ഗീതയാണോ, ഉപനിഷത്തുക്കളാണോ, പുരാണങ്ങളാണോ, ഇതിഹാസങ്ങളാണോ, ധർമ്മശാസ്ത്രങ്ങളാണോ, അല്ലെങ്കിൽ ഇവയിലൊക്കെ അടങ്ങിയ ആശയങ്ങളെ സുലളിതമായ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളാണോ? ഇന്നതെന്ന് പറയുന്നില്ല. ഒരു ദിവസം മുടക്കരുത്. അങ്ങനെ സ്വാധ്യായം ചെയ്യാം. ഇതൊരു മഹാവ്രതമാക്കുക. അതാണ് ഭക്തിശാസ്ത്രാണി മനനീയാനി. പോരാ, തദുദ്ബോധക കർമാണി കരണീയാനി. അവിടെയാ മുഖ്യം. ഞാനൊക്കെ എത്ര വായിക്കണതാ, അവിടെ ഒരു കാര്യമില്ല. അതിൽ പറഞ്ഞ രീതിയിൽ കർമ്മങ്ങളെ ആചരിക്കണം. ഭക്തിശാസ്ത്രം വായിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ള ഒരമ്മ ഉണ്ടായിരുന്നു. അയ്യോ, അത്ര ദുഷ്ടയെ ലോകത്ത് കണ്ടിട്ടില്ല, ഇനി കാണാതിരിക്കട്ടെ, അത്ര ദുഷ്ടയാണ്. എന്തൊക്കെയാ അവർ ചെയ്യാന്ന? അവരുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരൊറ്റ കുട്ടികൾക്ക് പല്ലുണ്ടാവില്ല. പച്ചമുളകൊക്കെ അരച്ചിട്ട് പെൺകുട്ടികളുടെ പാവാടയ്ക്കുള്ളിലൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു. എന്തൊക്കെ അവർ ചെയ്യാന്ന് കണക്കില്ല. അയ്യോ, പറയാൻ പറ്റില്ല. എലിപ്പെട്ടി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് തീ കൊടുക്കും, എന്നിട്ട് വാതിലങ്ങോട്ട് തുറക്കും. അപ്പൊ തീ ഓടുന്നത് കണ്ട് ചിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് കഥ പറയാന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളൊരമ്മ.
അപ്പോൾ ധനം മുഴുവൻ പോയി. അവരെ സ്നേഹിച്ച മക്കളൊക്കെ നേരത്തെ മരിച്ചു. അവരെ ദ്വേഷിച്ച മക്കളൊക്കെ നിലനിന്നു. സർവ്വസ്വത്തും പോയി. എന്തൊക്കെയായിരുന്നു അവരുടെ ഗർവിന് കാരണം അതൊക്കെ നശിച്ചു. ഇന്ന് 100 കൊല്ലം കൊണ്ടല്ല, ചുരുങ്ങിയ കൊല്ലം കൊണ്ട്, ഒരു 10, 15, 20 കൊല്ലം കൊണ്ട് ഇതൊക്കെ പരിവർത്തനം സംഭവിച്ചു. ഏതൊക്കെ മക്കൾ അവരെ സ്നേഹിച്ചിരുന്നു അവരൊക്കെ മരിച്ചു. ഏതൊക്കെ മക്കൾ അവരെ ദ്വേഷിച്ചോ അവർ നിലനിന്നു. പണം മുഴുവൻ പോയി, ഒന്നുമില്ലാണ്ടായി. രോഗഗ്രസ്തമായി ദേഹം. അവസാനം മുണ്ടും സാരിയൊന്നും എടുക്കാൻ പറ്റാത്ത രൂപത്തിലായി. ഒരു സാധനം അങ്ങനെ ഇടുന്ന ഒരു സാധനമല്ലേ, എന്താ അതിന് പറയുക, എന്താ വെച്ചാൽ അത് നൈറ്റിയോ, അത് അതാ ഇടുക. അങ്ങനെ കണ്ടു. അപ്പം നമ്മളൊക്കെ കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ അവരെ കാണുന്നതാ. അവർ കാണുന്ന തന്നെ ഒരു ഭയമാണ്. സ്വാമിജി വന്ന് നമസ്കരിച്ചു. സ്വാമിജി, ഞാൻ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ എനിക്ക് ഈ ഗതി വന്നേ? ശരിയാ അവർ പറഞ്ഞേ, കള്ളല്ല അവർ പറഞ്ഞേ. അവർ പറഞ്ഞ കള്ളമാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. അവർ പറഞ്ഞ കള്ളമല്ല, സത്യമാണ്. ഞാൻ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പം എനിക്ക് എന്താ ഈ ഗതി വന്നേ? നമ്മൾ പറഞ്ഞു, ശരിയാണമ്മ, ജനത്തിൻ്റെ, ധനത്തിൻ്റെ, കരുത്തിൻ്റെ ഒക്കെ ഗർവിൽ ഞാൻ എന്താ ചെയ്യണത് നമ്മ അറിയാതെ പോയി. പക്ഷെ അതുകൊണ്ട് ചെയ്തത് ചെയ്യാത്തതാവുന്നില്ലല്ലോ. ഇനി കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ. നല്ലോണം ഭഗവാനിൽ മനസ്സുറപ്പിച്ചോളൂ. അപ്പോൾ ഈ അമ്മ ഈ ദുഷ്ടതകളൊക്കെ ചെയ്യുന്ന കാലത്ത് എങ്ങനെയാണ് അവരുടെ ചിട്ടാന്നറിയോ? രാവിലെ നേരത്തെ എഴുന്നേൽക്കും, വിളക്ക് വയ്ക്കും, അത് കഴിഞ്ഞ് കുളിച്ച് പൂജാമുറിയിൽ പോയിട്ട് 1 മണിക്കൂറെങ്കിലും ജപിക്കും. ഇത് കഴിഞ്ഞാൽ ഗീത, നാരായണീയം, ഭാഗവതം, രാമായണം ഇത് വായിച്ച് 1.5 മണിക്കൂർ. ചുരുക്കി പറഞ്ഞാൽ ഒരു 9, 9:30 വരെ, രാവിലെ ഒരു 4 മണി തൊട്ട് 9:30 വരെ 5, 5.5 മണിക്കൂർ നേരം ജപം 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 തന്നെയാണ്. പുറത്തങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നത്തെ പരാക്രമമൊന്നും പറയണ്ട. കാരണം ഭർത്താവിന് പോലും അവർ സ്വൈരം കൊടുത്തിട്ടില്ല. കാരണം ഭർത്താവ് ഒരു രസികനായിരുന്നു. അയ്യോ എന്ത് രസികനായിരുന്നു അറിയാം. ഭർത്താവിനൊക്കെ അവർ കരയിപ്പിക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരമ്പത്താ കൂലി. പണ്ടൊക്കെ പറയാ നീ വീട്ടിൽ വന്ന് കൂലി വാങ്ങിക്കോന്നാ. ഇപ്പം അതൊന്നും നടപ്പില്ല. കാലത്തിനൊക്കെ മാറ്റമുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ പണി പാടത്താണെങ്കിൽ വരമ്പത്ത് കൂലിയാ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ തരക്കേടില്ല. അതുകൊണ്ട് കേവലം ഭക്തിശാസ്ത്രങ്ങൾ നീട്ടിപ്പാടിയിട്ട് കാര്യമൊന്നുമില്ല. അതിൽ പറഞ്ഞ പ്രകാരം ജീവിതത്തെ നയിക്കണം. ഈ അമ്മ പാടിയ പോലെ ഭക്തിശാസ്ത്രം ആരാ പാടിയെന്നറിയോ? അത്ര ഗംഭീര പാട്ടും അറിയാ. ഞാനപ്പാനൊക്കെ നല്ലോണം പാടും. അതൊക്കെ പാട്ട് കഴിഞ്ഞു, ആചരണത്തിലില്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭക്തിശാസ്ത്രങ്ങൾ പഠിക്കണം. പോരാ, അതിൽ പറഞ്ഞ ആചരണങ്ങളെ ചെയ്യണം. സുഖ ദുഃഖ ഇച്ഛാ ലാഭാദി ത്യക്തേ കാലേ പ്രതീക്ഷ്യമാണ് ക്ഷണാർദ്ധമപി വ്യർത്ഥം നനേയം. പറയാണ്, സുഖ ദുഃഖ ഇച്ഛാ ലാഭാദി ത്യക്തേ കാലേ, സുഖം ദുഃഖം ഇച്ഛ ലാഭം തുടങ്ങിയവയൊക്കെ ത്യജിക്കപ്പെടുന്നൊരു കാലം വരും. ഈ ഭക്തി സാധനയുടെ മുന്നോട്ട് പോയിട്ട് ഞാൻ പരാഭക്തനാവും. അങ്ങനെ പരാഭക്തനാവുന്ന സമയത്ത് സുഖം ദുഃഖം മാന അപമാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേരും. അന്ന് ചെയ്യാം അങ്ങനത്തെ ജീവിതക്രമമൊക്കെ. ഇന്നിപ്പോൾ അതൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. ക്ഷണാർദ്ധമപി വ്യർത്ഥം നനേയം. കാലേ പ്രതീക്ഷ്യമാണ്. നല്ല കാലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തനം ചെയ്യാതിരിക്കരുത്. ഇന്ന് പോയാൽ ഇന്ന് കഴിഞ്ഞു. ഇന്ന് ജീവിതത്തിൽ തിരിച്ചു വരില്ല. ക്ഷണാർദ്ധമപി വ്യർത്ഥം നനേയം. ഒരു ക്ഷണത്തിന്റെ പകുതി പോലും വെറുതെ കളയരുത്. സമയത്തിന്റെ വില വളരെ വലുതാണ്. നമുക്കൊക്കെ പരമാവധി എത്ര ആയുസ്സുണ്ട് അറിയില്ല. 100 എന്നാ പറയണത്. ശതായുർവഴി പുരുഷ. മനുഷ്യൻ 100 വയസ്സ് ആയുസ്സുള്ളവനാണ്. ശരി, എത്ര മണിക്കൂർ ഉറങ്ങിപ്പോവും? എത്ര കൊല്ലം ഉറങ്ങിപ്പോവും? അപ്പോൾ വിഷമാ. എന്നാലും ഒരു ദിവസം 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ചോളൂ. എന്നാൽ തന്നെ 25 മണിക്കൂർ അതിൽ പോയി. 6 മണിക്കൂർ ഉറങ്ങിയാൽ 6 എന്നല്ല, അതിൽ കൂടുതലുണ്ടാവും ചിലരൊക്കെ. 8 33 മണിക്കൂർ ഉറക്കത്തിൽ പോയി. പിന്നെ ആദ്യഘട്ടത്തിൽ അസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന കാലം എത്രയാ? അതും കഴിക്കുക. അവശ്യം ശാപ്പാട് കഴിക്കാൻ വേണ്ടി ചെയ്യുന്ന പണികൾക്ക് എത്ര കൊല്ലം വേണം? അതും കഴിക്കുക. ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ട്?
ഒന്ന് കണക്കൂട്ടി നോക്കും. ഒരു ക്ഷണം നമുക്ക് പോക്കാനുണ്ടോ? തിരക്കിട്ട പണി ചെയ്യാനുണ്ട് നമുക്കൊക്കെ. പണി തിരക്ക, ഒരു നിമിഷം നഷ്ടപ്പെടുക. ക്ഷണാർദ്ധമഭി, ഒരു ക്ഷണത്തിന്റെ പകുതി പോലും വ്യർത്ഥം. സമയത്തിന്റെ വില മനസ്സിലാക്കണം. വ്യക്തമാണല്ലോ പറഞ്ഞേ. സ്വാമി, അതൊക്കെ അങ്ങനെ ഒരു കാലം വരും, അന്ന് ഞാൻ സാധനയൊക്കെ ചെയ്തോളാം. ഏത് കാലം? സുഖം, ദുഃഖം, ഇച്ഛാലാഭം തുടങ്ങിയവയൊക്കെ ഉപേക്ഷിതമാകുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരും, അന്ന് ഞാൻ സാധനയൊക്കെ ചെയ്യാം. ഇന്ന് അങ്ങനെ പോട്ടേന്നേ എന്ന് പറഞ്ഞിട്ട് ക്ഷണാർദ്ധമഭി വ്യർത്ഥം നനേയം. എന്താണോ ഭക്തിശാസ്ത്രത്തിൽ പറഞ്ഞ ആചരണങ്ങൾ, അവയെ ജീവിതത്തിൽ കുശലതയോടുകൂടി ചെയ്യണം. ദാനം ചെയ്യുക, സത്കർമ്മങ്ങളെ ചെയ്യുക, കീർത്തനങ്ങളെ ചെയ്യുക. ഒന്നും നാളത്തേക്ക് വെക്കരുത്. നാളെ ഒന്നും സാധിക്കില്ല, ഇന്ന് ചെയ്താൽ ചെയ്തു. ശ്രദ്ധിക്കുക. നാളെ എന്ന് പറയാം. അപ്പം എന്താ ഉറപ്പുള്ള? നമ്മൾ പറയും നാളെ 6:30 ഒത്തുകൂടാട്ടുവോ, അല്ല 6:30 അല്ല 7 മണിക്ക് നാളെ ഒത്തുകൂടാട്ടുവോ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ പറയുന്ന ആളുടെ കാറ്റ് പോവാം, ചിലപ്പോൾ കേൾക്കുന്ന ആളുടെ കാറ്റ് പോവാം. എപ്പോഴാണ് കാറ്റ് പോവാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഉണ്ട് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അടുത്ത നിമിഷം ഉണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇതിൽ കൂട്ടത്തിൽ? ആരുമില്ല, ആരുമില്ല. കൊളത്തൂർ ആശ്രമത്തിൽ ഒരു ആധ്യാത്മിക അന്തര്യോഗത്തിന് എല്ലാ വർഷവും ഡിസംബർ 23 മുതൽ ഒരാഴ്ചക്കാലം ആധ്യാത്മിക അന്തര്യോഗമുണ്ട്. പരസ്യം അതിൻ്റെ ഇടയിൽ കൂടി ആയിട്ടുവാ. എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 23 മുതൽ ഒരാഴ്ചക്കാലം. ശരി, അങ്ങനെ ഒരു അന്തര്യോഗത്തിനൊരു വിദ്വാൻ വന്നു. വലിയ വിദ്വാനാണ് അയാൾ, പേരൊന്നും പറയില്ല, വലിയ വിദ്വാനാണ്. അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് മറുപടിയുണ്ട്. എന്നെ ചോദ്യം കൊണ്ട് മുട്ടുകുത്തിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഒരു രസികൻ ഒരാളുണ്ട്, ഒരു വടകരക്കാരനാണ്. അയാൾ വന്നിട്ട് ചോദിച്ചു, അല്ലോലോ ഇവിടുന്ന് എന്നാ മരിക്കുക? അല്ലോലോ ഇവിടുന്ന് എന്നാ മരിക്കുക എന്ന് ചോദിച്ച അർത്ഥം, അല്ലയോ നിങ്ങൾ എന്നാണ് മരിക്കുക എന്നാണ്. ഇയാൾ ചൂടായി. ചിലര് അഹങ്കാരികൾ, എന്താ ചോദിക്കേണ്ടത് എന്താ ചോദിക്കരുതെന്ന് അറിയില്ല. എന്നെ പോലുള്ള വിദ്വാനോട് ഇങ്ങനെയാണോ ചോദിക്കുന്നത്? ഇയാൾ തന്നെയല്ലേ വടി കൊടുത്താടി മേടിച്ചേ. എന്ത് വേണമെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? ഇത് കഥയെല്ലാം ഉണ്ടായ സംഭവമാണ്. നമ്മളൊരു വിധത്തിൽ ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റി സൈഡിലേക്ക് കൊണ്ടുപോയി. ചിലരാളിപ്പം മരിച്ചിട്ടുണ്ട്, മറ്റേയാളിപ്പം വളരെ വൃദ്ധ ദശയിൽ ഒന്നിനും വയ്യാണ്ട് കിടക്കണ അവസ്ഥയിലാണ്. അതുകൊണ്ട് നാളത്തെ കഥ ആർക്കും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നല്ല കർമ്മങ്ങൾ ചെയ്യാം. പൂജ ചെയ്യുക, ഹോമം ചെയ്യുക, നാമം ജപിക്കുക, കീർത്തനം ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ദാനം ചെയ്യുക. ഇതിൽ നമുക്ക് നാളെ ആക്കാം. എന്താ, ഒരു 10 മിനിറ്റ് നേരത്തെ. ഇത്ര തന്നെ പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു യന്ത്രത്തിന് കുറച്ച് തകരാറുണ്ട്, ചെറിയൊരു യന്ത്ര തകരാറുണ്ട്. അതുകൊണ്ട് ബാക്കി നാളെ നമുക്ക് തീർക്കണം. നാളെ കുറച്ചും കൂടി സ്പീഡ് കൂട്ടി പോകേണ്ടി വരും. ഏതായാലും വലിയ സന്തോഷമുണ്ട്. ഇവിടെ സംശയങ്ങളുടെ കടലാസൊന്നും കാണുന്നില്ല. അതൊക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ട് അവിടെ പ്രത്യക്ഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ശരി, തൽക്കാലം ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.